മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സദ്ഗുരുർഭവതു മേ സദാ. ബഹുമാന്യനായ പി ആർ മധുസൂദനൻ സാറ്, സജ്ജനങ്ങളെ, മാതാപിതാക്കളെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാർ, നമ്മെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പമ്പാമണപ്പുറത്ത് നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് എത്തിച്ചേർന്ന എല്ലാവരും ഈ 8 ദിവസം നടക്കുന്ന ഈ സനാതന ധർമ്മ പരിഷത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ തത്വങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ സന്യാസ ശ്രേഷ്ഠന്മാരുടെയും ഇതുപോലെയുള്ള ആചാര്യന്മാരുടെയും വചനങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന ഈ പ്രദേശം ഇന്ന് ആർഷ വിദ്യാസമാജത്തിൻ്റെ ആചാര്യൻ കെ ആർ മനോജ് അദ്ദേഹമാണ് എത്തിച്ചേർന്ന് നമ്മെ സംബോധന ചെയ്യേണ്ടിയിരുന്നത്. എങ്കിൽ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ സുഖമില്ലാത്തതിൻ്റെ ഫലമായിട്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചീഫ് കോഴ്സ് കോർഡിനേറ്റർ ആർഷ വിദ്യാസമാജത്തിൻ്റെ മധുസൂദൻ സാറിനെയാണ് ഈ നിയോഗം അദ്ദേഹം ഏൽപ്പിച്ചിട്ടുള്ളത്. മധുസൂദൻ സാറിനെ സംബന്ധിച്ചിടത്തോളം 25 വർഷക്കാലമായിട്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളിൽ ശക്തമാക്കുന്നതിനും നമ്മുടെ തലമുറകൾ, കുട്ടികൾ പലരും വഴിവിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവരെ നമ്മുടെ ആർഷ സംസ്കാരത്തിലേക്കും സനാതന ധർമ്മത്തിലേക്കും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ഏതാണ്ട് 7500 പരം ആളുകൾ, നമ്മുടെ കുട്ടികളെ അന്യമതങ്ങൾ സ്വീകരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് കൗൺസിലിംഗ് നടത്തി അവരെ തിരിച്ചു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇന്ന് നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ കുട്ടികളെയൊക്കെ അന്യമതസ്ഥര്, അന്യവിഭാഗങ്ങൾ റാഞ്ചിക്കൊണ്ടു പോകുന്ന ഒരു ഭീതിജനകമായ സാഹചര്യം നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രവിക്കുന്നതിന് അമ്മമാർ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേട്ട് നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറകൾ വഴിപിഴച്ചു പോകാതിരിക്കുന്നതിന് എന്താണ് നാം അടിസ്ഥാനപരമായി ചെയ്യേണ്ടതെന്ന് അദ്ദേഹം നമ്മെ ഉദ്ബോധിപ്പിക്കും. അതൊന്ന് കേട്ട് നമ്മുടെ ഇനിയും വരുന്ന തലമുറകൾക്ക് നല്ല രീതിയിൽ നമ്മുടെ സംസ്കാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനും ആ ധാരയിലൂടെ വളർത്തിക്കൊണ്ടുവരുവാനും നമ്മൾക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വി ആർ മധുസൂദനൻ സാറ്, ചീഫ് കോഴ്സ് കോർഡിനേറ്റർ ആർഷ വിദ്യാസമാജത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ പ്രവർത്തനായ അദ്ദേഹത്തെ ഹിന്ദു മഹാമണ്ഡലത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ യോഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കമ്മിറ്റി അംഗമായ ഇന്ദിരാ കൈമളിനെയും ഇവിടെ വന്നെത്തി ഈ പ്രഭാഷണം ശ്രവിക്കുവാനെത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം
ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ആർഷവിദ്യാ സമാജത്തിൻ്റെ സാദര പ്രണാമം. ഈ ഒരു വേദിയിൽ സംസാരിക്കുവാനുള്ള അവസരം നൽകിയ ചെറുകോൽപ്പുഴ ഹിന്ദുമതപക്ഷത്തിൻ്റെ ഭാരവാഹികളോടുള്ള കൃതജ്ഞത ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗത പ്രസംഗം ചെയ്ത ശ്രീ ചന്ദ്രൻപിള്ള സാർ പറഞ്ഞു, ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അവതരിപ്പിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് സനാതന ധർമ്മത്തിൻ്റെ പഞ്ചകർത്തവ്യങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനുള്ള ഒരവസരം വന്നിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാ വർഷവും തന്നെ 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത പരിഷത്തിൻ്റെ പ്രോഗ്രാമുകളിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ പങ്കെടുക്കാറുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ ചർച്ചകളിലൂടെ, ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ജാഗ്രത, ഒരു ബോധവൽക്കരണം ആണ് ഈ പ്രഭാഷണങ്ങളോട് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇവിടെ നടക്കുന്നത് ഹിന്ദു ജാഗരണ സമ്മേളനങ്ങളാണ്. നമുക്ക് ജാഗ്രത ഉണ്ടാവണം. എന്തിനു വേണ്ടിയാണ്? നമ്മളും നമ്മുടെ അടുത്ത തലമുറയുമൊക്കെ ഹിന്ദുവായി തന്നെ ജീവിക്കുവാൻ, ഹിന്ദുവായി തന്നെ മരിക്കുവാൻ, അങ്ങനെ ഒരു അവസരത്തിന് നമുക്ക് ജാഗ്രത ആവശ്യമാണ്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെയാണ് നമുക്കിവിടെ ഒരു സമ്മേളനങ്ങൾ ഉണ്ടാവാൻ ഇടയായത്? അതിന് ഭാരതം കണ്ട ഏറ്റവും വലിയ സന്യാസിയായ, കാവിയുടുക്കാത്ത സന്യാസിയായ, ജീവിതത്തെ ഒരു ലീലയായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയ, സകല ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കാൻ കെൽപ്പുണ്ടായിരുന്ന മഹായോഗി വിദ്യാധിരാജ പരംഭട്ടാരക തീർത്ഥപാദ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അനുഗ്രഹം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഹിന്ദുമത കൺവെൻഷനുകൾ കഴിഞ്ഞ 100 വർഷത്തിലധികമായി നടക്കുന്നത്. ആ മഹാത്മാക്കളുടെ എല്ലാം ദീപ്തമായ സ്മരണയെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. സനാതന ധർമ്മത്തിൻ്റെ പഞ്ചകർത്തവ്യങ്ങൾ എന്നതാണ് വിഷയം. നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള വാക്കാണ് സനാതന ധർമ്മം. ഈ വാക്ക് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിലൊന്ന് ചോദിക്കുന്നത് ശരിയല്ല. ഏറെക്കുറെ ഈ വാക്കെങ്കിലും കേട്ടവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ ഈ വാക്ക് എതിരാളികളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടി ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ടായി. എപ്പോഴാണ്? കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തമിഴ്നാട് ഭാഗത്ത് ചില ചർച്ചകൾ നടന്നിരുന്നു. സനാതന ഉന്മൂലന സമ്മേളനം എന്നൊക്കെയാണ് അതിനെ വിളിച്ചിരുന്നത്. എഴുതി വെച്ചത് എന്താണെന്ന് അതിൻ്റെ സംഘാടകർക്ക് തന്നെ അറിയാമോ എന്നറിയില്ല. ഉദ്ദേശിച്ചത് സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്ന് തന്നെയായിരിക്കാം. പ്ലേഗ്, മലേറിയ തുടങ്ങിയ രോഗങ്ങളെപ്പോലെ, രോഗങ്ങളെ എങ്ങനെയാണോ നമ്മൾ അകറ്റി നിർത്തുന്നത് അതുപോലെ സനാതനത്തെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം
എന്നും നിലനിൽക്കുന്നത് ഒരിക്കലും നശിച്ചു പോവാത്തത് എന്നാണ്. എന്നും നിലനിൽക്കുന്നതിനും ഒരിക്കലും നശിച്ചു പോകാത്തതായ കാര്യത്തെ ഇല്ലാതാക്കാൻ, അകറ്റിക്കളയുവാൻ ആർക്കാണ് കഴിയുക? അർത്ഥമറിയാതെയാണ് അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചത്. അവർ പറയുന്നത് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക. സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സനാതന ധർമ്മികളെ ഇല്ലാതാക്കണം. ആ തരത്തിൽ ചിന്തിച്ചാൽ ഒരു വംശഹത്യയ്ക്കുള്ള ആഹ്വാനമായി തന്നെ അതിനെ കാണാൻ കഴിയും. എന്തായാലും അന്നാണ് ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് കൂടുതൽ ആൾക്കാരും തിരിച്ചറിയുന്നത്. അത് നമ്മുടെ ഒരവസ്ഥ. കഴിഞ്ഞ വർഷം 2022 ഡിസംബർ മാസത്തിൽ ആർഷവിദ്യാസമാജം കേരളത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. ആചാര്യശ്രീ മനോജ്ജിയുടെ, ആർഷവിദ്യാസമാജത്തിൻ്റെ സ്ഥാപകനും ഡയറക്ടറും സദ്ഗുരുവുമായിട്ടുള്ള ആചാര്യശ്രീ മനോജ്ജിയുടെ നേതൃത്വത്തിലാണ് 14 ജില്ലകളിലൂടെ ഒരു യാത്ര നടന്നത്. ആ യാത്ര കോട്ടയം ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളുമായി സംവദിക്കുവാൻ, ഇൻട്രാക്ഷൻ ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ടായി. സർക്കാർ സ്കൂളിലെ കുട്ടികളല്ല, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലെ കുട്ടികളല്ല, ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ. അവിടെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടികൾ പഠിച്ചത് നല്ല കാര്യങ്ങളായിരുന്നില്ല. അത് സ്കൂളിൻ്റെ കുഴപ്പമല്ല, പഠിച്ചത് നല്ല കാര്യങ്ങളായിരുന്നില്ല. നല്ല ഒരു കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞും കൂടാ. പക്ഷെ അറിയാം, നമുക്ക് എഗനിസ്റ്റായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയാം. ശ്രീരാമൻ അത്ര നല്ല ആളാണോ? അല്ല. എന്താ? പൂർണ്ണ ഗർഭിണിയായിരിക്കെ സീതയെ ഉപേക്ഷിച്ചില്ലേ? രാമൻ ശരിയാണോ? അല്ല. ശംഭൂകൻ എന്ന ശൂദ്രൻ തപസ് ചെയ്തപ്പോൾ ശംഭൂകനെ വധിച്ചില്ലേ രാമൻ ശരിയാണോ? കൃഷ്ണന്റെ കാര്യം പറയുകയേ വേണ്ട, പെമ്പിള്ളേരുടെ പുറകിൽ നടക്കണം. ചിലപ്പോൾ നമ്മുടെ ചില മക്കളോ അനന്തരക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറയും, അവനിത്തിരി പഞ്ചാരയാണ്, അവനിത്തിരി ശ്രീകൃഷ്ണനാണെന്ന് പറയും. നമ്മുടെ ഉള്ളിലും ഭഗവാനെക്കുറിച്ച് തെറ്റായ ധാരണയാണുള്ളത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പെമ്പിള്ളേരുടെ പുറകെ പഞ്ചാര അടിച്ചെടുക്കുന്ന ആളല്ലായിരുന്നു. അങ്ങനത്തെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും മഹത്വം എന്താണെന്ന് അതിൻ്റെ അനന്തരാവകാശികളായ, അതിൻ്റെ പൈതൃകം പേറുന്ന നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക? ചോദിച്ച ചോദ്യങ്ങൾ മുഴുവനും നമുക്കെതിരായിട്ടായിരുന്നു. വ്യക്തമായ ഉത്തരം ആചാര്യൻ അവിടെ കൊടുത്തു. അതുകൊണ്ട് ആ കുട്ടികൾ കൺവിൻസ്ഡായി, ബോധ്യമുള്ളവരായി. അവർ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലോ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലോ അല്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. ചെറിയ പ്രായത്തിൽ കിട്ടണം. എന്നു മുതൽ തുടങ്ങണം സനാതന ധർമ്മത്തിൻ്റെ വിദ്യാഭ്യാസം? ഏറ്റവും ചെറിയ പ്രായത്തിൽ. കൃത്യമായി പറഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ എപ്പോഴാണോ ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്നത് അന്നു മുതൽ വിദ്യാഭ്യാസം തുടങ്ങണമെന്നാണ് ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പോഴത്തെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് സത്യമാണെന്ന് മനസ്സിലാക്കാം. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ അമ്മ ചിന്തിക്കുന്ന ചിന്തകൾ, അമ്മയ്ക്കുണ്ടാകുന്ന സങ്കടങ്ങൾ, ഭയങ്ങൾ, വിഹ്വലതകൾ, അതെല്ലാം ആ കുഞ്ഞിനെ ബാധിക്കും. ആ അമ്മ സന്തോഷവതിയാണെങ്കിൽ 2 നേരമെങ്കിലും ഏതെങ്കിലും നാമം ജപിക്കുകയോ ഈശ്വരനെ സ്മരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, കാസറ്റ് ഇട്ടെങ്കിലും ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമോ ഇതുപോലെ ഏതെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനും നല്ല ആരോഗ്യമുണ്ടാവും. ഗർഭിണിയായിരിക്കുമ്പോഴെങ്കിലും കഴിയുമെങ്കിൽ സീരിയലുകൾ ഒഴിവാക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ വേണോ ധർമ്മം വേണോ എന്ന് ചോദിച്ചാൽ ധർമ്മം പിന്നീട് പഠിക്കാം, സീരിയൽ ആദ്യം വേണം എന്ന് പറയും. തെറ്റാണെന്ന് പറയുന്നില്ല. സീരിയൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടോളൂ, എതിർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ ഏതെങ്കിലും നാമങ്ങൾ ചൊല്ലി പഠിച്ചത് മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ മടിയിലിരുന്നായിരുന്നു. ആ അവസരം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയും ധാരാളം മുത്തശ്ശന്മാരും ഉണ്ട്. ഇവിടെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും തീരെ ടൈമില്ല. അവർക്ക് പരസ്പരത്തിൻ്റെയോ സാന്ത്വനത്തിൻ്റെയോ കുടുംബ വിളക്കിൻ്റെയോ
ഒക്കെ ബാക്കി അറിയാതെ എങ്ങാനും മരിച്ചുപോയാൽ അതെവിടത്തെ എത്തിയാലും പരലോകത്തിലെത്തിയാലും സ്വസ്ഥത കിട്ടില്ല. മക്കൾ മുഴുവൻ ഒരു വർഷക്കാലം തിലഭവനം ചെയ്താൽ പോലും അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം സീരിയലിൻ്റെ ബാക്കി അറിയാതെയാണല്ലോ മരിക്കുന്നത്. ഇങ്ങനെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. സീരിയലിൻ്റെ ഭ്രമം തെറ്റാണെന്നൊന്നും പറയുന്നില്ല. സീരിയൽ കാണാൻ താല്പര്യമുള്ളവർ സീരിയൽ കാണട്ടെ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ 2 സന്ധ്യയ്ക്കും അതും പോട്ടെ 1 സന്ധ്യയ്ക്ക് സായം സന്ധ്യയ്ക്കെങ്കിലും മടിയിലിരുത്തി വിളക്കുകൾ കൊളുത്തി വെച്ചതിന് മുന്നിലിരുത്തി നാമജപിച്ച് പഠിക്കാൻ ഒരു 5 മിനിറ്റ് ചിലവഴിച്ചുകൂടെ? സീരിയലിൻ്റെ ഭ്രമം ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. എന്നാൽ നന്മ നിറഞ്ഞ മറിയമേ എന്നും പറഞ്ഞ് മുട്ടുകുത്തി അവർ പ്രാർത്ഥിക്കുമ്പോൾ ഏത് വലിയ സീരിയൽ ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് അവർ പ്രാർത്ഥിക്കും. ആ ഒരു ചിട്ട അവിടെ നിന്ന് പഠിക്കണം. കുറേ നേരം പ്രാർത്ഥിക്കും അവർ. പ്രാർത്ഥന എന്തു ആകട്ടെ. മുസ്ലിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നതിൽ സീരിയലല്ല, എന്ത് പ്രശ്നം വന്നാലും അതിൽ നിളകില്ല. നമ്മളവിടെ അവരെ കണ്ട് പഠിക്കണ്ടേ? നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി 1 മിനിറ്റ് തൊഴുത് കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ളവർ നോക്കും, എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 1 മിനിറ്റ് തൊഴുവാ. 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ തൊഴുതിട്ട് പോകേണ്ടതാണ്, 1 മിനിറ്റ് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർ കാണുന്നത്. നമ്മളും അതിനെ നാണം തോന്നുന്ന തരത്തിലാണ് കാണുന്നത്. എന്നാൽ ഒരു റോട്ടിൽ പോലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ മടിയില്ല മുസ്ലിങ്ങൾക്ക്. അതൊരു പരമപവിത്രമായ കർത്തവ്യമായിട്ട് 5 നേരം നിസ്കരിക്കുക ഏതൊരു മുസൽമാന്റെയും പവിത്രമായ കർത്തവ്യമായിട്ട് അള്ളാഹുവിനോടുള്ള ആരാധനയായിട്ട് അവർ കാണുന്നു. അതിലൊരു അംശം നമ്മൾ കാണിച്ചുകൂടെ? ഒരു ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതാൽ ഒരു മാനവും കെട്ടുപോകാൻ പോണില്ല. അവിടെ ധ്യാന മണ്ഡപങ്ങളുണ്ട്, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഇതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വന്നത്, സീരിയലാവട്ടെ സിനിമയാവട്ടെ എന്താണെങ്കിലും കാണുകയോ ആസ്വദിക്കുകയൊക്കെ ചെയ്തോളൂ. പക്ഷേ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്തി അവരെ രാമരാമ എന്ന കൃഷ്ണകൃഷ്ണ എന്ന ശിവശിവ എന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അപ്പോൾ മുതൽ നമ്മുടെ ഗതികേട് കുറഞ്ഞു തുടങ്ങും. 3 വയസ്സ് മുതൽ ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും പ്രബോധനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഈ മതസംഘടനകൾക്ക് കഴിയുന്നുണ്ട്. അതാണ് അവരുടെ മതപരമായ പുരോഗതിയുടെ അടിസ്ഥാനമെന്ന് കാണാൻ കഴിയും. കാസർഗോഡ് നിന്ന് ഒരു ഞായറാഴ്ച രാവിലെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോൾ വെള്ളയും ഇട്ട വെള്ളത്തൊപ്പി വെച്ച ആൺകുട്ടികളും കറുപ്പും ഇട്ട് പർദ്ദയിട്ട കുഞ്ഞു പെൺകുട്ടികളും 1 ചാൺ 2 ചാൺ മാത്രം പൊക്കമുള്ള കുട്ടികളും രാവിലെ പഠിക്കാൻ പോകുന്നു. ഏത് പഠിക്കാൻ പോകുന്നു? സ്കൂളിലാണോ? 6 മണിക്ക് അല്ല, അവരുടെ വെള്ളിയാഴ്ച സ്കൂളുകളുടെ ഭാഗമായി പറയുന്ന മദ്രസയിൽ പഠിക്കാൻ പോവുകയാണ്. രാവിലെ 6 മണിക്ക്. ഞായറാഴ്ച കിട്ടിയാൽ നമ്മുടെ കുട്ടികൾ 6 മണിക്ക് എഴുന്നേക്കുമോ? ഇല്ല. 7 മണിക്ക് എഴുന്നേക്കുമോ? ഇല്ല. 8-ന് എഴുന്നേക്കും? ഇല്ല. 9 മണിക്കെങ്കിലും എഴുന്നേക്കുമല്ലോ. ഇന്നൊന്ന് അമ്പലത്തിൽ പോയിട്ട് വാ, തൊട്ടടുത്തല്ലേ, ഒന്ന് കുളിച്ച് അമ്പലത്തിൽ പോയാൽ പോരെ. പോകുമോ? പോകില്ല. പോയില്ലെങ്കിലോ? പോകണ്ട എന്ന മനോഭാവമാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളത്. ആ മനോഭാവം നമ്മൾ മാറ്റിയേ മതിയാവൂ. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും പോട്ടെ കുട്ടികൾ. അവിടെ പോയിട്ട് ഇത്തിരി നേരം ആ അമ്പലത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് അവിടെ ആ ഈശ്വരൻ്റെ പ്രതീകത്തെ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കട്ടെ. സദ്ബുദ്ധി ഉണ്ടാവട്ടെ, വിവേകം ഉണ്ടാവട്ടെ അവർക്ക്. അതിനുവേണ്ടി നമ്മൾ കുറച്ചെങ്കിലും നിർബന്ധ ബുദ്ധി ചെലുത്തണം. ഈ 6 മണിക്ക് എഴുന്നേറ്റ് മദ്രസയിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ? അല്ല, അത് കമ്പൽസറിയാണ്, നിർബന്ധമാണ്. ആ നിർബന്ധമായ ചര്യ പാലിക്കാൻ അവർ തയ്യാറാകുന്നതുകൊണ്ടാണ് അവർക്ക് ഒരു വൻ ശക്തിയായി മാറുവാൻ കഴിയുന്നത്. ആ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. വീട്ടിലും തുടങ്ങേണ്ട ആദ്യത്തെ കാര്യം അവരെ സന്ധ്യയ്ക്കെങ്കിലും നാമജപിക്കാൻ പഠിപ്പിക്കണം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ വിടാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ തന്നെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് സഹായിക്കും. ഇനി ആ ക്ഷേത്രത്തിലോ ആ ക്ഷേത്ര പരിസരത്തോ ഏതെങ്കിലും ഒരു മതപാഠശാല അല്ലെങ്കിൽ ധർമ്മപാഠശാല ഉണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികളെ 1 മണിക്കൂർ നേരത്തേക്ക് എങ്കിലും അവിടെ വിടുമോ? ഇല്ല. ബാലഗോകുലത്തിൻ്റെ ക്ലാസ് വേണ്ട, അത് കാവ്യവൽക്കരണമാണ്, RSSലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഭാവിയിലെ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നതൊക്കെ രാഷ്ട്രീയക്കാർ പറയും. ബാലഗോകുലത്തിൻ്റെ പിടിയല്ല, നമ്മൾ പോലും പിടിയാണ്.
ശ്രീ രവിശങ്കർജിയുടെ ഏതെങ്കിലും ക്ലാസ്സുകളുണ്ട്, സത്യസായി ബാബയുടെ ബാലവികാസമുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ ക്ലാസ്സുകളിലേക്ക് അമൃതാനന്ദ ദേവിയുടെ ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളുണ്ടെങ്കിൽ അവിടെ വിടില്ല. ഏതാശ്രമാവട്ടെ, ഏത് പ്രസ്ഥാനമാവട്ടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബാലവികാസത്തിൻ്റെ ക്ലാസ്സുകളുണ്ടെങ്കിൽ അതിലേക്ക് പോലും വിടില്ല. പകരം നമ്മൾ പറയും, അവന് ട്യൂഷനുണ്ട്, അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, നീന്തലുണ്ട്, ഒക്കെ എല്ലാം വേണ്ടതാണ്. പക്ഷെ നമുക്ക് പ്രാധാന്യമില്ലാത്ത ആധ്യാത്മികമായ കാര്യമാണ്. ഈ പറയുന്ന പല സംഭവങ്ങളും നടക്കുന്നിടത്ത് ആർഷവിദ്യാസമാജത്തിൻ്റെ ക്ലാസ്സുകളോടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അങ്ങോട്ട് വിടുവോ? വിടുകയില്ല. ആർഷവിദ്യാസമാജത്തിൻ്റെ ക്ലാസ്സിൻ്റെ പോകണ്ട എന്ന് പറയും. പക്ഷേ ആ കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിൽ ആർഷവിദ്യാസമാജത്തിലേക്ക് കൊണ്ടുവരും. അന്ന് ആ കുട്ടികൾക്ക് 3 വയസ്സോ 4 വയസ്സോ ആയിരിക്കില്ല പ്രായം, ഒരു 20 വയസ്സ് ഒക്കെ ആയിരിക്കും. എന്തിനാണ് കൊണ്ടുവരുന്നത്? എൻ്റെ കുട്ടി വഴിതെറ്റിപ്പോയി, സ്കൂളിലേക്കുള്ള വഴി മാറി ട്യൂഷൻ സെൻ്ററിലേക്ക് പോയെന്നല്ല, ജീവിതത്തിൻ്റെ വഴി തെറ്റിപ്പോയി എന്നുള്ള ഘട്ടത്തിലാണ്. എൻ്റെ കുട്ടി മതം മാറാൻ പോകുന്നു, അവൾക്ക് ക്രിസ്തുമതം ഇഷ്ടമാണ്, ക്രിസ്ത്യാനിയാകാൻ പോകുന്നു, അവൾ ഇസ്ലാം സ്വീകരിക്കാൻ പോകുന്നു, ആർക്കും തടയാൻ കഴിയുന്നില്ല. ആ ഒരു സങ്കടത്തിൻ്റെ കയത്തിൽപ്പെട്ടുകൊണ്ട് വീട്ടുകാർ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു ചെടി നട്ട് അത് മരമായി കഴിഞ്ഞിട്ട് വളം ചെയ്തിട്ട് കാര്യമുണ്ടോ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ആ ഒരു ഘട്ടമില്ലാതെയാണ് ഈ കുട്ടികളെ 20-25 വയസ്സാകുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കതിരെ കൊണ്ട് വളം വയ്ക്കുക എന്നുള്ള കാര്യമാണ്. എങ്കിലും നമ്മളും അത് ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ അവിടെ വരുന്ന കുട്ടികളുടെ മനസ്സ് പഠിക്കാൻ വേണ്ടിയുള്ള മനസ്സായിരിക്കില്ല, അറിയാൻ വേണ്ടിയുള്ള മനസ്സായിരിക്കില്ല, നമ്മളെ എതിർക്കാൻ വേണ്ടി വരുന്നവരാണ്. പറഞ്ഞാൽ പോലും കേൾക്കാത്ത ആൾക്കാരാണ്. ഇസ്ലാമിക ആശയങ്ങൾ പിടികൂടിയ പെൺകുട്ടികൾ, ആൺകുട്ടികളൊക്കെ വരുമ്പോൾ അവരെ ക്ഷേത്രത്തിൽ നിർബന്ധിച്ചു കൊണ്ടുപോയാൽ ആ ക്ഷേത്രമൂർത്തിയെ നോക്കി അവർ അറബിയിൽ എന്തൊക്കെയോ തെറി വിളിക്കും, ഇടത്തോട്ട് നോക്കി തുപ്പും അവർ. അതാണ് കാരണം. അവരുടെ വിശ്വാസം പിശാച് ഉണ്ടെങ്കിൽ പിശാചിനെ കണ്ടാൽ ഇടത്ത് നോക്കി തുപ്പുക. ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ സ്വപ്നം കണ്ടാൽ അവർ പിശാചിനെ ആണെന്ന് വിചാരിച്ച് ഇടത്തോട്ട് തുപ്പും. ഒരു കാരണവശാലും ഇവരുടെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ ഇടത്തുവശം കിടക്കരുത്, തുപ്പലിൻ്റെ അഭിഷേകമായിരിക്കും. അങ്ങനത്തെ സ്വഭാവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിലെ പല കുട്ടികളും നമ്മുടെ സെൻറ്ററിൽ വരുമ്പോൾ, ആശ്രമത്തിൽ വരുമ്പോൾ, അതിലൊരു കുട്ടിയുടെ അനുഭവമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. 2017 15 ദിവസത്തെ സനാതന ധർമ്മ പഠന ശിബിരം നടന്നതിന് ശേഷം ഒരു വീഡിയോ നമ്മളെടുത്തു. 1.25 മണിക്കൂർ ദൈർഘ്യം വരുന്നതാണ് ആ വീഡിയോ. കാസർഗോഡ് സ്വദേശിനിയായ ശ്രുതി ഭട്ടിൻ്റെ വീഡിയോ ആണ് അത്. ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിൻ്റെ നിയമങ്ങളൊന്നും അറിയില്ലായിരുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. 50 ലക്ഷത്തിലധികം ആൾക്കാരുടെ വ്യൂവേഴ്സ് ആയിട്ട് തന്നെ അതിനുണ്ട്. ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കാണാൻ തന്നെ നമുക്ക് വിഷമമുള്ള നമ്മൾ 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ കാണുമോ? ശ്രുതിയുടെ പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ കണ്ടത്. കാരണം ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം വരെ നമുക്ക് വായിക്കാൻ തോന്നും. ഒരു സീരിയൽ കാണുകയാണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം അറിയാൻ തോന്നും. അതുപോലെയായിരുന്നു ശ്രുതി അവതരിപ്പിച്ചത്. ശ്രുതി ആരാണ്? ശ്രുതിയുടെ പശ്ചാത്തലം എന്തായിരുന്നു? എങ്ങനെയാണ് ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്? തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി ആ വീഡിയോയിൽ അവതരിപ്പിച്ചു. ശ്രുതി ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ പെർള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അവിടെ ഒരു ഹവ്യക്ക എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമുദായത്തിലാണ് ജനിച്ചത്. അന്ന് ശ്രുതി സനാതനധർമ്മത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, വാക്കുപോലും കേട്ടിട്ടില്ല. പല കാര്യങ്ങൾ കഥകൾ പറഞ്ഞത് സീരിയൽ വഴിയായിരുന്നു. ഓം നമഃ ശിവായ സീരിയൽ അല്ലെങ്കിൽ മറ്റ് സീരിയലുകൾ വഴിയാണ് കഥകളൊക്കെ അറിഞ്ഞിരുന്നത്. ആ കഥകളിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളനുസരിച്ച് വീട്ടിൽ ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛനോടും അമ്മയോടും ചോദിക്കുമ്പോൾ ചോദ്യമൊന്നും വേണ്ട എന്ന് പറയും. അങ്ങനെ സ്വാഭാവികമായ ഉണ്ടായ സംശയങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ വരികയും കൂട്ടുകാരായി എത്തിയിട്ടുള്ള ചില മുസ്ലിം പെൺകുട്ടികൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്തു.
നിങ്ങളുടെ ഇത് മുഴുവൻ തെറ്റാണ്, ഹിന്ദു എന്ന് പറയുന്നത് മുഴുവൻ തെറ്റാണ്, കൃഷ്ണൻ ശരിയല്ല, ശിവൻ ശരിയല്ല, ശിവൻ കരഞ്ഞില്ലേ ചോദിക്കണമാണ്. സതി മരിച്ചപ്പോൾ ശിവൻ കരഞ്ഞ് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ആ ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചു. കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നമ്മളിൽ എത്ര പേർ ആ സിനിമ കണ്ടിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും കാണണം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ ശ്രുതി 2017 ചോദിച്ച, അല്ലെങ്കിൽ അതിനു മുമ്പേ ജീവിതത്തിൽ തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആർഷവിദ്യാ സമാജം ഉത്തരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലും ഇതേ ചോദ്യങ്ങൾ കാണാൻ കഴിയും. സിനിമയുടേതാണ്, സിനിമയുടെ പേരെന്താണ്? കേരള സ്റ്റോറി, കേരളത്തിൻ്റെ കഥ. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. ഹിന്ദിയിലാണ് ആദ്യം അറിഞ്ഞത്, പിന്നെ മലയാളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് മറ്റു മതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നത് വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി. അതൊരു ഡോക്യുമെൻ്ററി പോലെ നിർജീവമായി കാണാവുന്നതല്ല, സജീവമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. കാസർഗോഡേക്ക് പഠിക്കാൻ 3 വിദ്യാർത്ഥികൾ പോകുന്നു. 2 ഹിന്ദു കുട്ടികളും 1 ക്രിസ്ത്യൻ കുട്ടിയുമായിട്ടാണ് പോകുന്നത്. അവരുടെ റൂംമേറ്റ്സ് ആയിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി വരുന്നു. അവിടെ അവരുടെ മനസ്സിലേക്ക് മതബോധനം കൊടുക്കുന്ന മുസ്ലിം പെൺകുട്ടിയാണ്. പല ഘട്ടങ്ങളിലായിട്ട് പറയും. ആദ്യം അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വല്ല മന്ത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, പ്രാർത്ഥനയുണ്ടോ? മുസ്ലിം പെൺകുട്ടി ബിസ്മി ചൊല്ലുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടി അവിടെ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഹിന്ദു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ സംസ്കൃതത്തിൽ എന്തോ ശ്ലോകം ഉണ്ടെന്നാണ് തോന്നുന്നത്, നമ്മളൊന്നും ചൊല്ലാറില്ല. മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, കർഷകനും അതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചവർക്കും വിളമ്പിയവർക്കും പാചകം ചെയ്തവർക്കും എല്ലാം നന്ദി പറയണമെന്ന് കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ നന്ദി പറയണത് ഉണ്ടതിന് ശേഷമാണ്. ഇങ്ങനെയൊക്കെയാണ് ഉത്തരം വരുന്നത്. അതിനുശേഷം പറയുന്നു, ഏറ്റവും നല്ല വേഷം, സ്ത്രീകളെ സംരക്ഷിക്കുന്ന വേഷം പർദ്ദയാണ്. ആ പർദ്ദയിട്ട് പോകണം, കഥയിൽ പറയുന്നതാണ്, എങ്കിൽ സംരക്ഷണം ഉണ്ടാവും. അത് വിശ്വസിക്കാത്ത കുട്ടികളെ ഒരു മാളിൽ വെച്ച് ചില ആൺകുട്ടികൾ ആക്രമിക്കുന്നതും പർദ്ദയിട്ട പെൺകുട്ടികൾ ആക്രമിക്കപ്പെടാതിരിക്കുന്ന സംഭവം കാണിച്ചുകൊണ്ട് പർദ്ദയിടാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ കുട്ടികൾ പർദ്ദയിടുന്നു. പിന്നീടുണ്ടാവുന്ന ചർച്ചകളിൽ ആണ് പറയുന്നത്, അള്ളാഹുവിനെ വിളിച്ചിരുന്നെങ്കിൽ രക്ഷിക്കുമായിരുന്നു. നിങ്ങൾ ഏത് ദൈവത്തെയാണ് ദൈവമായി കാണുന്നത്? അതിൽ ഹിന്ദു പെൺകുട്ടി, ശരിക്കും നായികയായിട്ട് പറയുന്ന ആ കുട്ടി പറയുന്നു, ശിവനാണ് വളരെ പവർഫുള്ളായ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ മുസ്ലിം പെൺകുട്ടി ചോദിക്കുന്നു, സതി മരിച്ചപ്പോൾ ശിവൻ കിടന്ന് കരച്ചിൽ കണ്ടില്ലേ? ഇങ്ങനെ കരയുന്ന ആളാണോ ദൈവം? വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ നമ്മുടെ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ ആനത്തലയുള്ള ആൾ ദൈവമാകുമോ? ഹനുമാനെക്കുറിച്ച് പറയുമ്പോൾ കുരങ്ങൻ്റെ മുഖമുള്ള ആൾ ദൈവമാകുമോ? ഈ ചോദ്യങ്ങൾ അതെല്ലാം കേരള സ്റ്റോറിയിൽ ആവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്കും എത്തുന്നുണ്ട്. കേരള സ്റ്റോറിയിൽ പക്ഷെ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ കേരള സ്റ്റോറിയിൽ ആ കഥാപാത്രങ്ങൾക്ക്, നായികമാരായി വന്ന കുട്ടികൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായും അമ്മമാർ, സഹോദരിമാർ ഈ സിനിമ ഇനിയെങ്കിലും കാണണം. യൂട്യൂബിലുണ്ടാവും, കാണണം, കണ്ടേ മതിയാകൂ. നമ്മുടെ തലമുറ, നമ്മുടെ ഇന്നത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരുന്ന ചിത്രമാണ്. ഒന്ന്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, ദൈവസങ്കല്പത്തെക്കുറിച്ച്, ഗുരുക്കന്മാരെക്കുറിച്ച്, അവതാരങ്ങളെക്കുറിച്ച് ഒരു അവജ്ഞ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. പിന്നീട് നമ്മൾ ശിവനെ വിളിച്ച് പ്രാർത്ഥിക്കില്ല, നമ്മൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കില്ല, കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കില്ല. കാരണം അതെല്ലാം ശരിയല്ല എന്നൊരു തോന്നൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെയാണ് മതം മാറ്റാനുള്ള പശ്ചാത്തലം നിൽക്കുന്നത്. ഈ സിനിമയിൽ നായികയായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിച്ചൊരു കുട്ടി തന്നെയാണ്. ആ കുട്ടിയുടെ പ്രത്യേകത നോക്കിയാൽ, ആറ്റുകാൽ എന്ന് പറയുന്ന മഹാക്ഷേത്രം നമുക്കറിയാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രം, പൊങ്കാലയൊക്കെ വരുന്നത്. ആ ക്ഷേത്രത്തിലെ ട്രസ്റ്റിയാണ് ബിന്ദു സമ്പത്ത്. അവരുടെ മകളാണ് നിമിഷ. നിമിഷ ഒരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ പഠിച്ചു.
കൃത്യമായി പറഞ്ഞാൽ ചിന്മയാനന്ദജിയുടെ ആയിട്ട് ബന്ധമുള്ള ചിന്മയ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടിയാണ്. ഭഗവത്ഗീത ചൊല്ലുന്നതിൽ നിമിഷ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. അങ്ങനെയുള്ള നിമിഷയാണ് നല്ല കുട്ടി. ഭഗവത്ഗീത വരെ ബൈഹാർട്ട് ചൊല്ലുന്ന സ്റ്റേറ്റ് ചാമ്പ്യനായിട്ടുള്ള നിമിഷയാണ് ലവ് ജിഹാദിലൂടെ മതം മാറ്റി ഭാദ്യമയാക്കി മാറ്റിയത്. പിന്നീട് നിമിഷ എവിടെ പോയി? പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സമയത്ത്, ഗർഭിണിയാകുന്ന സമയത്ത് ആ ഗർഭിണിയാക്കിയ ആൾ നിമിഷയെ ഉപേക്ഷിച്ചു പോകുന്നു. രണ്ടാമത് മറ്റൊരു മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കെ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. അഫ്ഗാൻ എങ്ങനെയാണ് അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നുള്ളത് ഈ കേരള സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ നിമിഷ അങ്ങനെ പോയി. നിമിഷ പഠിച്ചതല്ലേ, ഭഗവത്ഗീത പഠിച്ചതല്ലേ. എന്ത് പഠിച്ചു? ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ പഠിച്ചു. ഭഗവത്ഗീത എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? അതിന്റെ പശ്ചാത്തലം എന്താണ്? മഹാഭാരതം എന്താണ്? മഹാഭാരതത്തിലെ ഏത് ഘട്ടത്തിലാണ് ഗീത ഉപദേശിക്കേണ്ടി വരുന്നത് എന്ന കാര്യമൊന്നും മനസ്സിലാക്കിയില്ല. ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുളും മനസ്സിലാക്കിയില്ല. ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചു എന്ന് മാത്രമാണ് അന്വേഷിക്കുന്നത്. നമുക്ക് അങ്ങനെ പഠിച്ചാൽ പോരാ. സനാതനധർമ്മം ഏതെങ്കിലും ഒരു പുസ്തകം ബേസ് ചെയ്ത് മാത്രം പഠിച്ചാൽ പോരാ. ഭഗവത്ഗീത ഒരു കൗൺസിലിംഗ് പുസ്തകമാണ്. ഒരു ഹയർ ലെവലിലുള്ളവർക്ക് പഠിക്കേണ്ട പുസ്തകമാണ്. ABCD പഠിക്കാത്ത നമ്മൾ ഷേക്സ്പിയറിൻ്റെയോ കീറ്റ്സിൻ്റെയോ കൃതികൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് സനാതനധർമ്മത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കണമെങ്കിൽ, അതിന് യോഗ്യത ആർജിക്കണമെങ്കിൽ സനാതനധർമ്മം എന്താണെന്ന് ചിട്ടയായ രീതിയിൽ ഒരു വ്യക്തമായ സിലബസിന് കീഴിൽ നമുക്ക് പഠിക്കാൻ കഴിയണം. അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും തീരും. അങ്ങനെ സനാതനധർമ്മത്തെ പദപരിചയം മുതൽ ആദ്യ പാഠങ്ങൾ മുതൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തമായ സിലബസ് ആർഷവിദ്യാസമാജം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആധ്യാത്മിക ശാസ്ത്രം, സ്പിരിച്വൽ സയൻസ്. ആധ്യാത്മികതയെ സംബന്ധിച്ച് എന്തെല്ലാം ഈ ഭൂമുഖത്ത് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെയെല്ലാം ക്രോഡീകരിക്കുന്ന മഹത്തായൊരു സിലബസാണ് ആധ്യാത്മിക ശാസ്ത്രം. ആധ്യാത്മികതയെ, ഈശ്വരനെ, ബ്രഹ്മത്തെ, ആത്മാവിനെ പറ്റി, മോക്ഷത്തെപ്പറ്റി എന്തെല്ലാം പരാമർശങ്ങൾ ഉണ്ടാവുന്നു അതിനെയെല്ലാം വ്യക്തമായ രീതിയിൽ കാര്യകാരണസഹിതം യുക്തിഭദ്രമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിലബസാണ് ആധ്യാത്മിക ശാസ്ത്രം. അത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അതിൽ പല സിലബസായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലത്തെ ആദ്യത്തെ സിലബസ് പരിചയ എന്ന കോഴ്സാണ്. 5 ദിവസത്തെ സൗജന്യമായ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഈ മാർച്ച് ആദ്യവാരം ആർഷവിദ്യാസമാജത്തിൻ്റെ തിരുവനന്തപുരം ബാലരാമപുരം സെൻറ്ററിൽ 5 ദിവസത്തെ സൗജന്യ ശിബിരം സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്ഷണം അവിടെ ഉണ്ടാവും, താമസ സൗകര്യം ഉണ്ടാവും. നമ്മൾ വരിക, പഠിക്കുക, തിരിച്ചു പോവുക. 5 ദിവസം നിങ്ങൾക്ക് പഠിക്കാം. ഒരു ഫീസും തരേണ്ട, ഒരു ദക്ഷിണയും വേണ്ട. ആ ഒരു ശിബിരം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പരിചയ എന്നൊരു കോഴ്സാണ്. ശരിക്കുമുള്ള കോഴ്സ് തുടങ്ങുന്നത് പ്രാരംഭിക ലെവലിലുള്ള കോഴ്സ്, ബേസിക് കോഴ്സ് തുടങ്ങുന്നുണ്ട്. ആ ബേസിക് കോഴ്സിന് 150 മണിക്കൂറാണ്. 150 മണിക്കൂറുള്ള കോഴ്സിൽ 90 മണിക്കൂറോളം സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്നു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? എന്താണ് സനാതനം? സനാതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ധർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ സനാതന ധർമ്മം എന്നുള്ള ഒരു ടേം വരുമ്പോൾ അതിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്? ഈ സനാതന ധർമ്മത്തിന് മറ്റു പല പേരുകളുണ്ടോ? ഹിന്ദുധർമ്മവും സനാതനധർമ്മവും എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണോ? മറ്റു മതങ്ങളെപ്പോലെ നമുക്കൊരു സ്ഥാപകനെ പറയാൻ കഴിയുമോ? ക്രിസ്തു മതത്തിന് യേശു ക്രിസ്തു, ഇസ്ലാം മതത്തിന് മുഹമ്മദ് നബി, ബുദ്ധമതത്തിന് ശ്രീബുദ്ധൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാപകനെ സനാതനധർമ്മത്തിന് പറയാൻ കഴിയുമോ? ഓരോ മതങ്ങൾക്കും മതഗ്രന്ഥങ്ങൾ പറയാറുണ്ട്. അതുപോലത്തെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം നമുക്കുണ്ടോ? നമ്മുടെ ഗ്രന്ഥസങ്കല്പം എന്താണ്? എന്താണ് പ്രമാണം? ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. മറ്റു മതങ്ങളെപ്പോലെ, സെമിറ്റിക് മതങ്ങളെപ്പോലെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുക്കാവുന്ന ഒന്നാണോ സനാതനധർമ്മം? ഇത്രയുമാണ് സനാതനധർമ്മത്തിൻ്റെ പരിചയത്തിൽ ഭാഗമായി, സാമാന്യ പരിചയത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിപ്പിക്കുന്നത്. കൂടാതെ ദാർശനിക പരിചയം കൂടി സനാതനധർമ്മത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നു. എന്താണ് ശരിയായ ഈശ്വര ദർശനം? ആരാണ് ഈശ്വരൻ? എന്താണ് ഈശ്വര സങ്കല്പം?
അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യപ്പെടുന്ന തെളിവുകൾ സഹിതം നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയാണോ ജനിച്ചത്, എന്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത്, ഹൗ ടു ലീവ് ആൻഡ് ഹൗ ടു ബിഹേവ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു ജീവനകലയും പെരുമാറ്റശാസ്ത്രവുമായ സനാതനധർമ്മത്തിൻ്റെ ജീവിത ദർശനം കൂടി നമ്മളവിടെ പഠിപ്പിക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ പഞ്ചകർത്തവ്യങ്ങളെ പഠിപ്പിക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ പഞ്ചകർത്തവ്യങ്ങളുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഷോഡശ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് സനാതനധർമ്മത്തിൻ്റെ ഉള്ളടക്കമായ ബേസിക് കോഴ്സിൻ്റെ സിലബസായി നമ്മൾ പഠിപ്പിക്കുന്നു. 25 മണിക്കൂർ ക്രിസ്തുമതത്തെ പഠിപ്പിക്കുന്നു, 25 മണിക്കൂർ ഇസ്ലാം മതത്തെ പഠിപ്പിക്കുന്നു, 10 മണിക്കൂർ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻ. ഈ മതങ്ങളും സനാതനധർമ്മവുമായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ലോകത്തിൽ വെച്ച് ഏറ്റവും അജയ്യമായ ശാസ്ത്രം, ദർശനം, ജീവിത രീതി അത് സനാതനധർമ്മം മാത്രമാണ് എന്ന് നമുക്ക് ആരെയും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയും. അത്രയ്ക്കും മഹത്താണ് സനാതനധർമ്മം. അതിന് നമ്മുടേതായ ഒരു പങ്കും നിർവഹിക്കേണ്ടതില്ല. നമ്മൾ പഠിക്കുക, മറ്റുള്ളവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കുക എന്നൊരു കാര്യത്തിനപ്പുറം നമുക്ക് മറ്റൊരു സംഭാവനയും അതിൽ ചെയ്യേണ്ടതില്ല. അത്രയ്ക്കും ഉജ്ജ്വലമായ ശാസ്ത്രത്തെ, ഋഷിപ്രോക്തമായി നമുക്ക് കിട്ടിയ ശാസ്ത്രത്തെ നമ്മൾ പഠിച്ച് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ആ ഒരു സിലബസ് നമുക്കുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഈ ബേസിക് കോഴ്സ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു അധ്യാപക ലെവലിലുള്ള TTC ലെവലിലോ കോഴ്സ് ഉണ്ട്, അഡ്വാൻസ് ലെവൽ കോഴ്സ് ഉണ്ട്, മോർ അഡ്വാൻസ് ലെവൽ കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ലെവൽ കോഴ്സ് ഉണ്ട്. ഇങ്ങനെ 5-6 തലങ്ങളിലായിട്ടാണ് ആധ്യാത്മികശാസ്ത്രം സിലബസിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സിലബസിൻ്റെ ഒരു പ്രത്യേകത, പഠിക്കാനും വരുന്ന വിദ്യാർത്ഥികളോടും കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരോടും ഒക്കെ, സംവാദത്തിന് ഏർപ്പെടുന്നവരോടൊക്കെ നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ആശയം എന്താണോ അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇസ്ലാം മതമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇസ്ലാം മതത്തെ നിങ്ങൾ പരമാവധി ന്യായീകരിക്കുക. ഹിന്ദുധർമ്മത്തെ എതിരായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ചോദിക്കുക, ഒളിച്ചു വെക്കണ്ട, ചോദിക്കുക. ആ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി തൃപ്തികരമായ ശാസ്ത്രീയമായ ഉത്തരം കൊടുത്തുകൊണ്ട് തന്നെ മറ്റു മതങ്ങളുടേതായ കാര്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ സനാതനധർമ്മത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ധാരാളം ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ശ്രുതി അടക്കമുള്ള ധാരാളം ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 99-ലാണ് ആർഷവിദ്യാ സമാജം തുടങ്ങുന്നത്. 24 വർഷങ്ങൾ ഏകദേശം കഴിയുന്നു. ആ ഒരു പ്രവർത്തനത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് സനാതന ധർമ്മ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളായിട്ട് തന്നെ 10,000-കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട്. വ്യക്തമായ രീതിയിൽ സിലബസ് പഠിച്ച 1000-കണക്കിന് അധ്യാപകർ നമുക്കുണ്ട്, വിദ്യാർത്ഥികളുമുണ്ട്. അതിൽ 20 പേരെ സനാതനധർമ്മത്തിൻ്റെ പൂർണ്ണസമയ പ്രചാരകരാക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ 4 പെൺകുട്ടികൾ, ഉണ്ണിയാർച്ചയെന്നോ വീരാംഗനമാരെന്നോ വിളിക്കേണ്ടതാണ് ആ കുട്ടികളെ. അവർ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഭീഷണികളെയും, എല്ലാത്തരം പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് അവരുടെ അനുഭവക്കുറിപ്പ് പുസ്തകങ്ങളായി രചിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഞാൻ പറഞ്ഞ ശ്രുതിയുടെ അനുഭവക്കുറിപ്പ് ഒരു പരാവർത്തനത്തിൻ്റെ കഥ എന്ന നിലയിൽ പുസ്തകമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് പരിഭാഷയുമുണ്ട്, എ സ്റ്റോറി ഓഫ് എ റിവിഷൻ എന്ന രീതി. അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിനിയായ ചിത്രാജി കൃഷ്ണൻ്റെ ആത്മകഥ കൂടിയുണ്ട്. ഇരുളിൽ നിന്ന് വെളിച്ചത്തേക്ക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കാസർഗോഡ് സ്വദേശിനിയായ ആതിര 22 പേജുള്ള ഒരു കത്തെഴുതി വെച്ചിട്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ചാനലിനൊക്കെ അഭിമുഖം കൊടുത്തുകൊണ്ട് സത്യസരണിയിലേക്ക് പോകാൻ തയ്യാറായത്. വീട് വിട്ടിറങ്ങിപ്പോയി. ആ കുട്ടി വീട്ടിൽ വെച്ച് സ്വന്തം മുത്തശ്ശിയെയും ഏട്ടനെയും കൂടി ഇസ്ലാം മതത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അച്ഛനെയും അമ്മയും മതം മാറ്റാൻ നോക്കി. 22 പേജുള്ള ആ കത്ത് നമ്മൾ ഇപ്പോഴും നമുക്ക് യൂട്യൂബിലൂടെ കിട്ടുന്നതാണ്. ആ കത്ത് വായിച്ചൊരു പോലീസുകാരൻ പറഞ്ഞു, ഇസ്ലാം മതം ഇത്രയും ശ്രേഷ്ഠമാണോ, ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുപോലെയാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. ആ കുട്ടിയെയാണ് നമ്മൾ കുറച്ച് ദിവസം ക്ലാസ്സുകൾ കൊടുത്ത് ഇസ്ലാം മതത്തിൽ നിന്ന് മാറ്റി സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്.
മിക്കവാറും കുട്ടികളെല്ലാം പോകുന്നവരുടെയൊക്കെ പേര് ആതിര എന്നാണ്. അവർ സ്വീകരിക്കുന്ന പേരെല്ലാം മുഹമ്മദ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദിൻ്റെ ഭാര്യയായ ഐഷയുടെ പേരാണ്. ആതിരമാരെല്ലാം ഐഷമാരാവുന്നു. അങ്ങനെ ഈ ഐഷ തിരിച്ചാതിരയാവുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഞാൻ ആതിര. ശ്രുതിയുടെ പുസ്തകത്തിൻ്റെ പേര് ഒരു പരാവർത്തനത്തിൻ്റെ കഥ, ചിത്രാ ജയകൃഷ്ണൻ എഴുതിയത്. ഇകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ആതിരയുടെ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ആതിര. തൊടുപുഴ സ്വദേശിനിയായ ശാന്തി കൃഷ്ണ, സത്യസായി ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ചു നേഴ്സായി പോയിട്ടുള്ള ശാന്തി കൃഷ്ണ മാലിദ്വീപിൽ ഹെഡ് നേഴ്സായി വർക്ക് ചെയ്യുന്ന സമയത്ത് 1.2 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു. ആ കുട്ടി നേഴ്സായിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ക്രിസ്തുമത പ്രചരണത്തിനായി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായി. ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയും സനാതന ധർമ്മത്തിലേക്ക് എത്തിക്കുകയും പുതിയൊരു ജന്മം തനിക്ക് കിട്ടിയെന്ന് തീരുമാനിച്ചുകൊണ്ട് അനുഭവക്കുറിപ്പ് എഴുതുകയും ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് പുനർജനി. രണ്ടാമത്തൊരു ജന്മം അവർക്ക് കിട്ടി. റീബോൺ എന്ന പേരിൽ അത് ഇംഗ്ലീഷിലേക്കും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ നമ്മുടെ ഇവിടെ 3ാമത്തെ സ്റ്റാളുണ്ട്. ആ സ്റ്റാളിൽ അവൈലബിൾ ആണ്. മേടിച്ചാലും ഇല്ലെങ്കിലും വായിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ പുറം പേജെങ്കിലും കണ്ടിട്ട് പോകണം. എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്. ഈ പുസ്തകം അവർ ധൈര്യപൂർവ്വം എഴുതി. അതുകൊണ്ട് അവരെ വീരാങ്കരന്മാരെന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? ഇസ്ലാമിനെ കുറിച്ചോ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചോ തുറന്നെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ 2 കാലോടുകൂടി 2 കൈയോടുകൂടി ജീവിക്കാൻ പറ്റും എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ശാന്തി കൃഷ്ണയുടെ സ്ഥലം ഞാൻ പറഞ്ഞു, തൊടുപുഴ. അതേ തൊടുപുഴയിൽ നിന്ന് വന്ന ഒരു മാഷ്, ഒരു അധ്യാപകൻ, ജോസഫ് എന്നാണ് ആ മാഷിൻ്റെ പേര്. ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആ ക്വസ്റ്റ്യൻ ഒരു മുസ്ലിം ആയിട്ടുള്ള ആളെഴുതിയ ഒരു കഥയുടെ ഭാഗത്ത് നിന്ന് എടുത്ത ക്വസ്റ്റ്യനാണ്. അതിലെ കഥാപാത്രത്തിന് ഒരു മുഹമ്മദ് എന്നായിരുന്നു. അതിൻ്റെ പേരിൽ പരീക്ഷയുടെ വിവാദം ഉണ്ടാവുകയും ആ മാഷിൻ്റെ വലത് കൈ മുറിച്ചു കളയുകയും ചെയ്തു. കാലിന് മുട്ടുകൊടുത്തു. ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പരുവത്തിലേക്ക് കൊടുക്കാറുള്ളൂ. കോണോട് കോണ് വെട്ടിക്കളയും. അതാണ് അവരുടെ പരിപാടി. ഇതാരുണ്ടാക്കിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റസൂല് തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രവാചകനൊക്കെ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. എന്തായാലും ആ രീതിയിലാണ് ഈ മാഷിന് കിട്ടിയ പ്രതിഫലം. ന്യൂമാൻ കോളേജിൽ നിന്നും ക്രിസ്ത്യൻ കോളേജാണ്, അവിടെ നിന്ന് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു. സാമ്പത്തിക ഞെരുക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ കൊണ്ട് ഡിപ്രഷൻ മൂഡിലായ അദ്ദേഹത്തിൻ്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. കേസ് നടത്തി. ഒടുവിൽ അദ്ദേഹം ആ കോളേജിൽ ചേരുന്ന അന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ്. എന്തിനാണ് മരണത്തേക്കാൾ വേദനിപ്പിക്കുന്ന ശിക്ഷ ജോസഫ് മാഷ് ഏറ്റുവാങ്ങിയത്? മുഹമ്മദ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒരു പരീക്ഷയിൽ ചോദ്യം വന്നതിൻ്റെ പേരിലാണ്. ആ മാഷിന് ജോലിയും പോയി, കൈയും നഷ്ടപ്പെട്ടു, കാലും നഷ്ടപ്പെട്ടു, ഭാര്യ ആത്മഹത്യ, സർവവും നഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നീട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അറ്റുപോകാത്ത ഓർമ്മകൾ. ഇതാണ് മാഷിന് വന്ന ദുരന്തമെങ്കിൽ ഇസ്ലാം മതത്തെയും ക്രിസ്തു മതത്തെയും കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങൾ സഹിതം ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് വ്യക്തമായ മറുപടി കൊടുക്കുന്ന ഈ പുസ്തകങ്ങൾ എഴുതിയവരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അവരുടെ ധൈര്യം എത്രത്തോളമായിരിക്കും? ജിഹാദികൾ അവരെ വേട്ടയാടേണ്ടതല്ലേ? അത്രയും ചങ്കൂറ്റം കാണിച്ച ആ സഹോദരിമാർ എഴുതിയ ആ പുസ്തകങ്ങൾ, അത് നമ്മുടെ വീട്ടിൽ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിക്കില്ല, രാമായണം ഉണ്ടെങ്കിലും ഒക്കെ. കാരണം മേടിച്ചപടി അതുപടി ഇരിപ്പുണ്ടാവും. തുറന്നു നോക്കിയോ ബൈൻഡ് മാറ്റിയോ പോലും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ പുസ്തകം എത്ര വർഷം കഴിഞ്ഞാലും ഭദ്രമായിട്ടിരിക്കും. രാമായണവും മഹാഭാരതവും ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മേടിച്ച് സൂക്ഷിക്കരുത്. മേടിച്ചാൽ വായിക്കണം. ഇവിടുത്തെ അമ്മമാർ വായിക്കണം. 12 വയസ്സിന് മേളിലേക്കുള്ള എല്ലാ പെൺകുട്ടികൾക്കും അത് കൊടുക്കണം. അവർക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ വ്യക്തമായി പറയുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുക തന്നെ ചെയ്യണം. ഇനിയും ഫാത്തിമമാരുണ്ടാവാതിരിക്കാൻ അതൊരു സഹായകരമായി മാറും. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടും. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ വാങ്ങി തലേണെ താഴെ വയ്ക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്യാതെ
നമ്മുടെ കുട്ടികൾക്കായി വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഈ പുസ്തകം പറ്റണം. കാരണം ആരെങ്കിലും ഇത് വായിച്ചാൽ, ഇതിലേതെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ അവർക്ക് മറ്റു മതങ്ങളിലേക്ക് പോകാനുള്ള, മറ്റ് തെറ്റായ ആശയങ്ങളിലേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാവില്ല. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാവുന്നു. ഇനി നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് പശ്ചാത്തലമാണ്, ഇതിനുള്ള പരിഹാരവും കൂടെ ആണ് ആദ്യം തന്നെ പറഞ്ഞത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. ക്രിസ്തുമതം യേശു ക്രിസ്തു ഉണ്ടാക്കി സ്ഥാപകനായി, ഇസ്ലാം മതം മുഹമ്മദ് നബി ഉണ്ടാക്കി, ബുദ്ധമതം ശ്രീബുദ്ധൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ വർത്തമാന മഹാവീരനാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകൻ, സിഖ് മതം ഗുരുനാനാക്ക് സ്ഥാപിച്ചു, ബഹാഉള്ള സ്ഥാപിച്ചാണ് ബഹായി മതം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സാരവസ്ത്ര സ്ഥാപിച്ചതാണ് പാഴ്സി മതം, മോശയും അബ്രഹാം സ്ഥാപിച്ചതാണ് ജൂതമതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മനുഷ്യനായ സ്ഥാപകൻ നമ്മുടെ സനാതന ധർമ്മത്തിന് ഇല്ല. ഏതെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥത്തിൽ അതൊരു കുറവാണ്. 100 രൂപയുണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ 100 രൂപ ഇല്ല, കുറവാണ്. പക്ഷേ ഇവിടെ സനാതന ധർമ്മത്തിന് മനുഷ്യനായ ഒരു സ്ഥാപകനില്ല എന്ന് പറയുന്നത് ഒരു കുറവല്ല, ഒരു മേന്മയാണ്, മഹത്വമാണ്. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യനാണ് സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ആ ധർമ്മം ഉണ്ടായത് ആ മനുഷ്യന് ശേഷമാണ്. പക്ഷേ ധർമ്മം അങ്ങനെയുള്ള അല്ല. ഈ പ്രപഞ്ചരചനയ്ക്ക് പിന്നിലുള്ള ഈശ്വരന്റെ ബോധമാണ്, ശക്തിയാണ്, ജ്ഞാനമാണ് ആ ധർമ്മത്തിന് കാരണം. ഈശ്വരൻ്റെ തന്നെ ചൈതന്യം, ബോധം, ജ്ഞാനം, അതിനെയാണ് നമുക്ക് ധർമ്മമായിട്ട് പറയാൻ കഴിയുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോധമുണ്ടെങ്കിൽ ധർമ്മത്തെ മനസ്സിലാക്കാൻ കഴിയൂ. ധർമ്മത്തെ മനസ്സിലാക്കാൻ ധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട 2 അർത്ഥങ്ങളെ നമുക്ക് സാമാന്യമായി ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് സനാതന ധർമ്മത്തിൻ്റെ തത്വാർത്ഥം, തത്വം, ധർമ്മതത്വം എന്ന് പറയും. രണ്ടാമത്തത് സനാതന ധർമ്മത്തിൻ്റെ മാർഗം, പ്രായോഗിക ധർമ്മം എന്ന് വിളിക്കും. ഇത് തമ്മിലുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് ചെറിയ കുഴപ്പങ്ങളുണ്ടാവാറുണ്ട്. ചിലർ പറയും സനാതനം എന്ന് പറഞ്ഞാൽ എന്നുമുള്ളതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ധർമ്മത്തെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, നമ്മൾ അനുഷ്ഠിച്ചാലും അനുഷ്ഠിച്ചില്ലെങ്കിലും ഒക്കെ ധർമ്മം ഇവിടെ നിലനിൽക്കും. കാരണം സനാതന ധർമ്മമാണത്. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതേ അവസരത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നുവോ, താഴ്ചയുണ്ടാകുന്നു, ച്യുതിയുണ്ടാകുന്നുവോ, അപ്പോഴല്ല ആ ധർമ്മത്തെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ പറയുന്നു ധർമ്മത്തിന് നാശമില്ല, വേറൊരു സ്ഥലത്ത് ഭഗവാൻ തന്നെ പറയുന്നു ധർമ്മത്തിന് താഴ്ചയുണ്ടാകുമ്പോൾ ധർമ്മത്തെ ഉയർത്താൻ ഞാൻ വരുന്നു. ഇത് തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ലേ? ആദ്യത്തേത് പറയുമ്പോൾ ധർമ്മം എന്നും നിലനിൽക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ധർമ്മതത്വമാണ്, അഥവാ ധർമ്മസ്വരൂപമാണ്. ആ ധർമ്മതത്വത്തെ മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഋഷിയായ വേദവ്യാസൻ പറയുന്നു, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിൻ്റെ തത്വം നമുക്ക് പിടികിട്ടാൻ പറ്റാത്ത വിധത്തിൽ ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്. ധർമ്മസ്വരൂപം ഈശ്വരസ്വരൂപം തന്നെ ആയതുകൊണ്ട് അതിനെ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഈ പ്രപഞ്ചത്തിനെ, ഈ വിശ്വത്തിനെ അതായി തന്നെ നിലനിർത്തുന്ന ആ ശക്തിവിശേഷത്തെയാണ് ധർമ്മമെന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനെ, ഈ ലോകത്തിനെ അതായിട്ട് തന്നെ നിലനിർത്തുന്ന ഈശ്വരൻ്റെ ശക്തി, ഈശ്വരൻ്റെ ബോധം, ഈശ്വരൻ്റെ ജ്ഞാനത്തെയാണ് ധർമ്മസ്വരൂപം അഥവാ ധർമ്മതത്വം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ അതിൻ്റെ പ്രായോഗിക ഭാഗമായിട്ടുള്ള ശാസ്ത്രം, സനാതന ധർമ്മശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം. അതാണ് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്. തത്വത്തെ നമുക്ക് സാമാന്യമായി ഒന്ന്
ഗ്രഹിക്കാൻ ശ്രമിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ സനാതന ധർമ്മ മാർഗത്തെ നമ്മൾ വ്യക്തമായ രീതിയിൽ പഠിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ധർമ്മശാസ്ത്രം എന്ന നിലയിലുള്ള, മാർഗം എന്ന നിലയിലുള്ള ഒരു കാര്യം കൂടെയുണ്ട്. ആ മാർഗത്തെക്കുറിച്ച് പറയുന്നത് ഈശ്വരൻ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള പേരുകളൊന്നും കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്ത സർവവ്യാപിയായ വിഷ്ണുവായ, സർവമംഗളദായകനായ ശിവനായ, ബൃഹത്തായ ജ്ഞാനമുള്ള ബ്രഹ്മമായ, സർവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന കൃഷ്ണനായ, സർവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന രാമനായ, സർവശക്തിയുടെയും പ്രഭവമായ പരാശക്തിയായ ആ ഒരേ ഒരു പരബ്രഹ്മ തത്വമായ ഈശ്വരൻ. ആ ഈശ്വരനാണ് ഈ ധർമ്മത്തെ വിശ്വത്തിനായി, വിശ്വരക്ഷയ്ക്കായി, വിശ്വമംഗളത്തിനായി നമുക്ക് പകർന്നു നൽകി. ആർക്ക് തന്നു? ഹിന്ദുക്കൾക്ക് നൽകിയോ? അല്ല, മനുഷ്യരാശിക്കായി പകർന്നു നൽകി. ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, മനുഷ്യർക്കായി പറഞ്ഞു. എന്നാണ്? 1 വർഷം മുമ്പാണോ? 5 വർഷം മുമ്പാണോ? 100 വർഷം മുമ്പാണോ? അതോ ഏറ്റവും പുതിയ മതങ്ങളുണ്ടായ പോലെ 1400 വർഷം മുമ്പോ 2000 വർഷം മുമ്പോ ആണോ? അല്ല. മനുഷ്യൻ ഭൂമുഖത്തുണ്ടായി, മനുഷ്യൻ എന്നാണോ ഒരു സദ്ബുദ്ധി ഉണ്ടായത്, ഈശ്വരനുമായി അറ്റ്യൂൺ ചെയ്യാൻ കഴിഞ്ഞത്, ആ കാലം മുതലേ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നു. അതെങ്ങനെയാണ്? ഒരു അശരീരി പോലെ കേട്ടിട്ടാണോ? അല്ല. നമ്മളുടെ പോലെയുള്ള ഒരു രൂപമെടുത്തു കൊണ്ടുവന്ന് ഒരു മാനവ ദേഹം, ഒരു പ്രത്യക്ഷ മാനവദേഹം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ മകനായോ മകളായോ അല്ലാതെ ഒരു പ്രത്യക്ഷ ശരീരമായി, ഭവരൂപമായി ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, അതും ഹിമാലയ സാനുക്കളിൽ അവിടെ വെച്ചിട്ടാണ് ആദിമരായ മനുഷ്യർക്ക് ഈ പരമജ്ഞാനത്തെ, വേദത്തെ, തന്ത്രശാസ്ത്രത്തെ, മഹത്തായ വേദാന്ത ശാസ്ത്രത്തെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത്. ആ മഹാജ്ഞാനം പകർന്നു നൽകിയ ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപത്തെ പല പരമ്പരകൾ പല രീതിയിലാണ് വിശേഷിപ്പിക്കാറുള്ളത്. ആദിനാഥൻ, ആദിയോഗി എന്ന് നാദസമ്പ്രദായം, യോഗസമ്പ്രദായം അദ്ദേഹത്തിന് വിളിക്കുന്നു. വേദാന്ത സമ്പ്രദായം, ജ്ഞാനയോഗികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയായി അവതരിച്ച ആ ജ്ഞാനമൂർത്തിയെ വിളിക്കുന്നത് ദക്ഷിണാമൂർത്തി എന്നാണ്. ദക്ഷിണ എന്നുള്ളതിന് ജ്ഞാനമെന്നർത്ഥമുണ്ട്. ശിവശങ്കര ഋഷി എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു. ശ്രീകണ്ഠരുദ്രൻ എന്നാണ് കാശ്മീർ ശൈവിസം വിളിക്കുന്നത്. കൈലാസനാഥനെന്ന് ഭക്തന്മാർ വിളിക്കുന്നു. ശ്വേതാശ്വേതര ഉപനിഷത്ത്, ഈശ്വര ദർശനം ഏറ്റവും കൂടുതൽ വ്യക്തമാക്കിയ ഉപനിഷത്താണ് ശ്വേതാശ്വേതര ഉപനിഷത്ത്. ശ്വേതാശ്വേതര ഉപനിഷത്ത് ആ ഈശ്വരനെ വിളിക്കുന്നത്, ആ ഈശ്വരന്റെ വിഭൂതിയെ വിളിക്കുന്നത് രുദ്രമഹർഷി എന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആ സ്വരൂപത്തെ പറയുന്നത് രുദ്രത്വം ആസീത്. അങ്ങനെ പല പേരുകളിൽ വിളിക്കപ്പെടുന്ന, സർവവ്യാപിയായതുകൊണ്ട് ആ ഈശ്വരനെ വിഷ്ണു എന്ന് പറയുന്നു. സർവമംഗളദായകനായതുകൊണ്ട് ശിവൻ എന്ന് വിളിക്കുന്നു. സർവർക്കും ശുഭം നൽകുന്ന ആളായതുകൊണ്ട്, സുഖം നൽകുന്ന ആളായതുകൊണ്ട് ശങ്കരനെന്നും ശംഭുവെന്ന് വിളിക്കുന്നു. അദ്ദേഹം ജനിച്ചിട്ടില്ലാത്ത ഏകരക്ഷകനാണ്, അജൈകപാത്താണ്. ഒരേ ഒരു ജനിച്ചിട്ടില്ലാത്ത ഏക പരിപാലകനാണ് ഈശ്വരൻ. കുറേ ഈശ്വരന്മാരില്ല, ഒരേ ഒരു ഈശ്വരനെ നമുക്കുള്ളൂ. ആ ഈശ്വരനെ പരബ്രഹ്മമെന്നോ പരമശിവനെന്നോ വിഷ്ണുവെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും, പരാശക്തി എന്നൊക്കെ വിളിച്ചാലും അതെല്ലാം ഒരേ ഒരു പരമാത്മാവ്, ഒരേ ഒരു പരബ്രഹ്മ തത്വം തന്നെയാണ്. ആ ഈശ്വരനാണ് നമ്മുടെ ധർമ്മം, സനാതന ധർമ്മത്തിൻ്റെ തത്വം സ്ഥാപിച്ചതും അതിലുള്ള മാർഗം മനുഷ്യരാശിക്കായി പകർന്നു നൽകിയതും. ആദിമഹർഷിയാണ് അദ്ദേഹം. ഒരു മാനവ ദേഹം പൂണ്ടിട്ടാണ് ആദിമ മനുഷ്യർക്ക് സനാതന ധർമ്മ കാര്യങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെയുള്ള മഹാജ്ഞാനങ്ങളെല്ലാം പകർന്നു കൊടുക്കുന്നുള്ള ആദിമജ്ഞാനം പകർന്നത് അദ്ദേഹമാണ്. വേദങ്ങളും തന്ത്രശാസ്ത്രവും ഉൾപ്പെടെയുള്ള മഹാജ്ഞാനം അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം ഒരു നൃത്തം ചെയ്യുന്ന ഭാവത്തിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉടുക്കിൽ നിന്നാണ് 14 സ്വരങ്ങളുണ്ടാവുകയും 14 മഹേശ്വര സൂത്രങ്ങളിലൂടെ പാണിനി മഹർഷി സംസ്കൃതത്തിൻ്റെ
വ്യാഖ്യാനം അല്ലെങ്കിൽ അഷ്ടാധ്യായ എന്ന ഗ്രന്ഥം രചിക്കുകയും ചെയ്തത്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല അഷ്ടാധ്യായ പോലൊരു മഹത്തായ കൃതി രചിക്കാൻ എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. നാട്യശാസ്ത്രം അല്ലെങ്കിൽ നൃത്തം, സംഗീതം, അങ്ങനെ എല്ലാ കലകളും എല്ലാം ഈ ആദിയോഗിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ 5 മുഖങ്ങളിലൂടെ ഗുരുപരമ്പരകൾക്കും തുടക്കമായി സദ്യോജാതം, വാമദേവം, തത്പുരുഷം, അഘോരം, ഈശാനം എന്നുള്ള 5 മുഖങ്ങളിലൂടെയാണ് ആർഷഭാരതത്തിലെ സമസ്ത ഗുരുപരമ്പരകൾക്കും തുടക്കമായത്. അങ്ങനെ സനാതനായ ഈശ്വരൻ തന്നെ സ്ഥാപിച്ച ധർമ്മമാണ്, ആ ഈശ്വരൻ തന്നെ പകർന്നു നൽകിയ ധർമ്മമാണ് സനാതനധർമ്മം. ആ ധർമ്മം മനുഷ്യരാശിക്കായി നൽകുമ്പോൾ, വിശ്വനന്മയ്ക്കായി നൽകുമ്പോൾ അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞിരുന്നു. ഈ ധർമ്മം നമ്മൾ പാലിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഈ വിശ്വം മുഴുവൻ ശ്രേഷ്ഠമാക്കുക എന്നതാണ്. അതാണ് ഏതൊരു മനുഷ്യൻ്റെയും പരമമായ കർത്തവ്യം. ആ ആഹ്വാനത്തെ, ഈശ്വരൻ്റെ ആഹ്വാനത്തെ, കൃണ്ണന്തോ വിശ്വമാര്യം എന്നാണ് ആഹ്വാനം. ഈശ്വരൻ്റെ ആഹ്വാനമാണ്, ഗുരുപരമ്പരകളുടെ സങ്കല്പമാണ്, ബലിദാനികളുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ ഇവരുടെയും സ്വപ്നമാണ്. ഭാരതം എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ജന്മോദ്ദേശം തന്നെയാണ്. മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും പരമദൗത്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ജനിച്ചത്. പരമലക്ഷ്യം കൃണ്ണന്തോ വിശ്വമാര്യം എന്നതാണ്. ആ വിശ്വത്തെ മുഴുവൻ ആര്യമാക്കണമെങ്കിൽ, ശ്രേഷ്ഠമാക്കണമെങ്കിൽ അതിനുള്ള മാർഗം കൂടി ആ ആദിയോഗി പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാർഗം? അതാണ് സനാതനധർമ്മത്തോടുള്ള പഞ്ചകർത്തവ്യങ്ങൾ. പഞ്ച എന്ന് പറഞ്ഞാൽ 5, കർത്തവ്യം കടമ, 5 കടമകൾ. ഏറ്റവും ശ്രേഷ്ഠമായ കടമയായതുകൊണ്ട് അതിനെ മഹാകർത്തവ്യം എന്ന് പറയും. എന്തൊക്കെയാണ്? ഒന്നാമത്തത് അധ്യയനം, രണ്ടാമത്തത് അനുഷ്ഠാനം, മൂന്നാമത്തത് പ്രചാരണം, നാലാമത്തത് അധ്യാപനം, അഞ്ചാമത്തത് സംരക്ഷണം. ഒന്നുകൂടെ പറഞ്ഞാൽ അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം. ഈ ഒരു വേദിയിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും, ഈ 5 പേരെങ്കിലും പഠിച്ചു പോകണം. നമ്മുടെ സമാജത്തിൽ 3 വയസ്സും 4 വയസ്സുമായ കുട്ടികളുണ്ട്. അവരോട് ചോദിച്ചാലും അവർ ഈ കാര്യം പറയും. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അവരും ഈ 5 കർത്തവ്യങ്ങളുടെ പേര് പറയും. കാരണം അവിടുത്തെ ക്ലാസ്സുകളിലും അവിടുത്തെ നിന്ന് കേട്ടിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കണം. 5 കർത്തവ്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. സനാതനധർമ്മം എന്ന വാക്ക് പോലും കേൾക്കാൻ ഇടയില്ലാത്തവണ്ണം വളരുന്ന നമ്മുടെ കുട്ടികൾ ആ ധർമ്മത്തിൻ്റെ 5 കർത്തവ്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എന്താണ് 5 കർത്തവ്യങ്ങളിൽ? ആദ്യത്തേത് അധ്യയനം, ശരിയായ വിധത്തിൽ പഠിക്കുക. വെറുതെ പഠിച്ചാൽ പോരാ, നന്നായി പഠിക്കണം. എങ്ങനെ പഠിക്കണം? സംശയങ്ങളൊന്നുമില്ലാത്ത വിധം പഠിക്കണം. ആദ്യ പാഠങ്ങൾ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കണം. പദപരിചയം മുതൽ പഠിക്കണം. ഉദാഹരണത്തിന് സനാതനം, ധർമ്മം, ഈ 2 വാക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ സനാതനം എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി? ആ സനാതനത്തിൻ്റെ അർത്ഥം എന്താണ്? ധർമ്മത്തിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ചേരുമ്പോഴുള്ള സനാതനധർമ്മത്തിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഓരോ വാക്കുകളെയും വെച്ച് പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സന്ദർഭങ്ങളിലും വാക്കുകൾക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരാറുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ധർമ്മം എന്നുള്ള പദം നമ്മൾ നോക്കിയാൽ
പല പല അർത്ഥങ്ങൾ കാണാൻ കഴിയും. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് കാലത്തൊക്കെ അമ്മ ധർമ്മം തരണേ എന്നും പറഞ്ഞു വരും. അവിടെ എന്താ, നമ്മൾ സനാതനധർമ്മം പഠിപ്പിക്കാം എന്നാണ് അവരോട് പറയാമോ? വരൂ, ഇരിക്കൂ, സനാതനധർമ്മം പഠിപ്പിക്കാം എന്നാണോ പറയുന്നത്? അല്ല, അവർക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടണം, ദാനം വേണം, ഭക്ഷണം കിട്ടണം, പൈസ കിട്ടണം, വസ്ത്രം കിട്ടണം. അതിനു വേണ്ടിയാണ് അമ്മ ധർമ്മം തരണേ എന്ന് പറഞ്ഞത്. ഇനി ഫ്രീ ആയി കിട്ടുന്ന എല്ലാത്തിനെയും ധർമ്മം എന്നുള്ള പദം പലരും അർത്ഥമാണ്. എന്ത് പദമാണ് അവിടെ കൊടുക്കുക? സനാതനധർമ്മത്തിൽ ഫ്രീ ആയി കിട്ടുമ്പോൾ ധർമാശുപത്രി എന്താണ്? അവിടെ പൈസയൊന്നും കൊടുക്കണ്ട, ഗവൺമെൻറ് ഫ്രീ ഹോസ്പിറ്റലാണ്. ഇവിടെ ഗവൺമെൻറ് പോലും ഫ്രീ ആയിട്ട് നടത്താൻ വിഷമിക്കുന്ന ഘട്ടത്തിൽ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സത്യസായി ബാബയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഏത് മഹാരോഗത്തിനും ചികിത്സ നൽകുന്ന ആ സ്ഥാപനങ്ങളിലേക്ക് നമുക്കൊരാളുടെ ശുപാർശ കത്ത് പോലും വേണ്ട, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മാത്രം മതി. അവിടെ ചെന്നാൽ അടിയന്തര ഘട്ടങ്ങളിലുള്ളവർക്കാണെങ്കിൽ അടിയന്തര വൈദ്യസഹായം കൊടുത്തുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന 2 ഹോസ്പിറ്റലുകൾ പുട്ടപർത്തിയിലും അതുപോലെ വൈറ്റ് ഫീൽഡിലും ബാംഗ്ലൂരൊക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. വലിയ സേവന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഫ്രീ ആയി കിട്ടുന്നതിന് ധർമ്മമെന്ന് കൊടുക്കാറുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കേണ്ട അർത്ഥമാണ്. പക്ഷേ ശരിക്കും ധർമ്മത്തിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ പറഞ്ഞ തത്വം എന്നൊരർത്ഥമുണ്ട്, അതുപോലെ ശാസ്ത്രമെന്ന അർത്ഥമുണ്ട്, കടമ എന്നർത്ഥമുണ്ട്, കർത്തവ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി എന്നർത്ഥമുണ്ട്. അങ്ങനെ ധാരാളം അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ഇതിന് പ്രത്യേകമായ അർത്ഥങ്ങളായിട്ട് വരും. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പദപരിചയം മുതൽ നമുക്ക് പഠിക്കാൻ കഴിയണം. അധ്യയനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എവിടെ നിന്ന് പഠിക്കണം? ഏത് പുസ്തകത്തിൽ നിന്ന് പഠിക്കണം? പുസ്തകത്തിൽ നിന്നല്ല പഠിക്കേണ്ടത്. പുസ്തകത്തിൽ ആ ആശയങ്ങളെക്കുറിച്ച്, സനാതനധർമ്മത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഉണ്ടാവുന്നത്. ശരിയായ പാഠങ്ങൾ പുസ്തകത്തിലൂടെ കിട്ടുന്നതല്ല. പുസ്തകത്തിലല്ല കാര്യം, മസ്തകത്തിലെന്ന് പറയാറുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയും, അദ്ദേഹം പറഞ്ഞിരുന്നു, പഞ്ചാംഗത്തിൽ മഴയെക്കുറിച്ചുള്ള സൂചനകളുണ്ട്, എന്നാൽ പഞ്ചാംഗം പിഴിഞ്ഞാൽ മഴ കിട്ടില്ല. പുസ്തകത്തിൽ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പല പല കാര്യങ്ങളും സൂചനകളായി കൊടുത്തിട്ടുണ്ട്. അത് കുറ്റാക്കൂർ ഇരുട്ടത്ത് ഒരു ടോർച്ച് പോലെ ഒരു വെളിച്ചമായിട്ട് മാത്രം ഉപയോഗിക്കാവുന്ന നടക്കാൻ വേണ്ടി. അത് സൂര്യൻ എന്നുള്ള ആ മഹത്തായ ഇതിന് പകരമല്ല. സൂര്യൻ ആരാണ്? സൂര്യൻ ഗുരുവാണ്. ഗുരുവിന് തുല്യമല്ല പുസ്തകം. അവിടെ നമ്മുടെ സനാതനധർമ്മം ഉൾപ്പെടെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കേണ്ടത് ഗുരുമുഖത്തു നിന്നാണ്. ഗുരുമുഖത്തു നിന്ന് അഭ്യസിച്ചാൽ മാത്രമേ ആ വിദ്യയ്ക്ക് പരിപൂർണതയുണ്ടാവൂ. കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ധർമ്മം നിലനിന്നത് ഗുരുപരമ്പരയിലൂടെയാണ്. ഈ ധർമ്മത്തിന് എന്തെങ്കിലും ഗ്ലാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടി പുറത്തു വന്നതും ഗുരുപരമ്പരകൾ തന്നെയാണ്. ആ ഗുരുക്കന്മാരാണ് ശ്രീരാമനായും ശ്രീകൃഷ്ണനായും അവതരിച്ചത് തന്നെ. അപ്പോൾ സനാതനധർമ്മം പഠിക്കേണ്ടത് അതിൻ്റെ റിയൽ സോഴ്സിൽ നിന്നാണ്. യഥാർത്ഥ പ്രഭവ കേന്ദ്രത്തിൽ തന്നെ പഠിക്കണം. ഗുരുപരമ്പരയിലൂടെ പഠിക്കണം. പുസ്തകങ്ങൾ നമുക്കുള്ള ഒരു മാർഗ സൂചകങ്ങളായിട്ട് വർത്തിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ സനാതനധർമ്മത്തിൻ്റെ പഠനത്തിൻ്റെ കണ്ടന്റ് എന്താണ്? 3 കാര്യങ്ങളാണ് കണ്ടന്റ്. 1 തത്വം, 2 അഭ്യാസം, 3 ഹിതോപദേശം. 3 കാര്യങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ കണ്ടന്റായി പറയാം. തത്വങ്ങളുണ്ട്, പ്രായോഗിക വശങ്ങൾ അഥവാ പരിശീലനങ്ങൾ അല്ലെങ്കിൽ അഭ്യാസങ്ങളുണ്ട്, ഹിതാഹിതമായ ഉപദേശങ്ങളുണ്ട്, ചെയ്യണം ചെയ്യരുത് എന്ന് പറയുന്ന ഉപദേശങ്ങൾ. ഈ 3 കാര്യങ്ങൾ ചേർന്നതാണ് സനാതനധർമ്മശാസ്ത്രം. തത്വങ്ങളുണ്ട്. കർമ്മ നിയമം എന്ന് പറയുന്നത് ഒരു തത്വമാണ്. അതുപോലെയുള്ള ജീവിത തത്വങ്ങൾ അടങ്ങുന്നുണ്ട്. പ്രായോഗിക പരിശീലനങ്ങൾ, പ്രാണായാമം, ജപം, ധ്യാനം തുടങ്ങിയതൊക്കെ അഭ്യാസങ്ങളാണ്. അതുപോലെ ചില ഉപദേശങ്ങളുണ്ടാവും. നിങ്ങൾ നുണ പറയരുത്, സത്യം പറയണം, ആരെയും ഉപദ്രവിക്കരുത്, അങ്ങനെയുള്ള ചില നിയമങ്ങൾ പറയാറുണ്ട്. അതിന് ഹിതോപദേശങ്ങൾ എന്നാ പറയുക. ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് സനാതനധർമ്മത്തിൻ്റെ പൊരുൾ. തത്വങ്ങൾ, അഭ്യാസങ്ങൾ, അതുപോലെ നിയമാചരണങ്ങൾ അഥവാ ഹിതോപദേശങ്ങൾ ചേർന്നാണ് സനാതനധർമ്മത്തിൻ്റെ കണ്ടന്റ്.
അത് ഗുരുപരമ്പരയിലൂടെ ഗ്രഹിക്കണം. അതിനുശേഷം നമ്മൾ ആ പഠിച്ച കാര്യങ്ങളുടെ തത്വമനുസരിച്ച് പ്രായോഗികമായ രീതിയിൽ സനാതനധർമ്മത്തിൻ്റെ പരിശീലനങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ സനാതനധർമ്മത്തിൻ്റെ അഭ്യാസങ്ങളും നിയമങ്ങളും അടങ്ങണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ധന്യമായ ജീവിതം. അത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളിലൂടെ ധർമ്മം നിലനിൽക്കും. നമ്മൾക്ക് മാത്രം ഗുണം കിട്ടിയാൽ മതിയോ? പോരാ. അത് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടണം. എല്ലാവർക്കും പ്രയോജനം കിട്ടണമെങ്കിലോ മറ്റുള്ളവരിലേക്ക് അത് പ്രചരിപ്പിക്കണം, എത്തിക്കണം. അതിനെയാണ് പ്രചാരണം എന്ന് പറയുക. നമ്മൾ ഈ സനാതനധർമ്മം അനുഷ്ഠിച്ച് നോക്കിയെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചാൽ അത് പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അതങ്ങനെ ചെയ്യണം, ജാഗരണം ചെയ്യണം, പ്രചാരണം ചെയ്യണം. അടുത്തത് അധ്യാപനം. ഈ സനാതന ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് സംശയലേശമന്യ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഗുരു നിർദ്ദേശപ്രകാരം, ആചാര്യ നിർദ്ദേശപ്രകാരം നമുക്ക് അധ്യാപകരാവാം. ഇനി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അധ്യാപനത്തെ സഹായിക്കാം. ചില സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം, ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. അതും അധ്യാപനത്തെ സഹായിക്കും. ഇത്രയും 4 കാര്യങ്ങളും സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇത് കൂടാതെയുള്ള മറ്റു കാര്യങ്ങളെ സംരക്ഷണം എന്ന് പറയും. സനാതനധർമ്മം, ജനത, വിജ്ഞാനങ്ങൾ, രാഷ്ട്രം, ലോകം, അടുത്ത തലമുറ എന്നിവയെ സംരക്ഷിക്കുന്നതിനുള്ള ഈശ്വരൻ്റെ ആഹ്വാനത്തെ, ഈശ്വരൻ്റെ നിർദ്ദേശത്തെയാണ് സനാതനധർമ്മ സംരക്ഷണം എന്ന് പറയുന്നത്. ആരെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്? സനാതനധർമ്മത്തെ, ജനതയെ, രാഷ്ട്രത്തെ, വിജ്ഞാനങ്ങളെ, അതുപോലെ മനുഷ്യരാശിയെ, അതുപോലെ തന്നെ അടുത്ത തലമുറയെ, ലോകത്തെ തന്നെ സംരക്ഷിക്കാനുള്ള ആ യജ്ഞത്തെയാണ് ധർമ്മ സംരക്ഷണം എന്ന് പറയുന്നത്. ഇതേ ധർമ്മ സംരക്ഷണത്തിനാണ് യുഗങ്ങൾ തോറും അവതരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുള്ളത്. എല്ലാ മഹാവതാരങ്ങളും അത് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ്. എങ്ങനെയാണ് ഭഗവാൻ ധർമ്മ സംരക്ഷണം ചെയ്യുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സജ്ജനങ്ങളായ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ദുർജനങ്ങളായ ആൾക്കാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സനാതനമായ ധർമ്മത്തെ സംരക്ഷിക്കാൻ യുഗങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നു. അങ്ങനെ ഭഗവാൻ വീണ്ടും വരണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാം ഉണ്ടാവും. കൊള്ളാം. മധുരയിൽ ഭഗവാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ UP അല്ലേ, കുറച്ചൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ ഭഗവാന് മുമ്പുള്ള ഒരു അവതാരം ഉണ്ടായിരുന്നു, ശ്രീരാമൻ. ശ്രീരാമനുണ്ടെങ്കിലും കാണാൻ പോകും. പക്ഷെ ശ്രീരാമൻ ജനിച്ച ആ ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. മനുഷ്യായുസിൽ ഒരിക്കലെങ്കിലും പോയി കാണണം. ശ്രീരാമന്റെ ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ ഒരു ക്ഷേത്രം, അത് കോടതി വിധിയിലൂടെ തന്നെ സാധ്യമായിട്ടുണ്ട്. ഇനിയുള്ള ഒരു അവസരത്തിൽ മടിച്ചു നിൽക്കേണ്ടതില്ല. നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം. അടുത്തത് ഗ്യാൻവാപി എന്നൊക്കെ പറയുന്ന കാശി വിശ്വനാഥന്റെ ക്ഷേത്രം. കോടതിയുടെ അനുമതിയോടുകൂടി അവിടെയും വിഗ്രഹം വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ഇവിടെ മുസ്ലിം ഭരണാധികാരികളായി വന്ന വിദേശ ഭരണാധികാരികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. അതും പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന മധുരയിലെ ക്ഷേത്രവും ഇനിയും വരണം. ഈ 3 ക്ഷേത്രങ്ങൾ മതി. ഇനിയുമുണ്ട് 30,000-ത്തിലധികം ക്ഷേത്രങ്ങളിൽ ലിസ്റ്റ്. അതൊന്നും നമുക്ക് തിരിച്ചുപിടിക്കണമെന്നില്ല. 3 ക്ഷേത്രങ്ങളെങ്കിലും സ്വാഭിമാനം നിലനിർത്താൻ നമുക്ക് ആവശ്യമാണ്. അതിനുള്ള സൗമനസ്യവും അതിനുള്ള സഹിഷ്ണുതയുമാണ് ഇതര വിഭാഗങ്ങൾ കാണിക്കേണ്ടത്. കാരണം ആദ്യമായി ഭാരതത്തിൽ ഒരു മുസ്ലിം പള്ളി വെച്ചു കൊടുത്തത് ഹിന്ദുക്കളാണ്. എവിടെയാണ് അത് ചെയ്തത്? കേരളത്തിലാണ്. കേരളത്തിലെവിടെയാണ്? കൊടുങ്ങല്ലൂരിൽ. കൊടുങ്ങല്ലൂർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അവിടെ ദേവിയാണ് നമ്മൾ ഓർക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതി. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന ഉരുപ്പടികൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിന് സമീപം ആദ്യത്തെ പള്ളി ചേരമാൻ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത്. ആ സൗമനസ്യം, സ്ഥലം കൊടുക്കുക കൂടാതെ ഉരുപ്പടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾ കൊടുത്തൊരു ക്ഷേത്ര മാതൃകയിൽ തന്നെയൊക്കെയാണ് ആ പള്ളി നിർമ്മിച്ചത്. ഹിന്ദുക്കളുടെ ആ ഔദാര്യഭാവം. തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും എത്രയോ കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുന്നു.
അന്നെല്ലാം വളരെ നല്ല രീതിയിൽ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അവർ. പക്ഷേ ഇങ്ങോട്ടും ഒരു നല്ല മനോഭാവം കാണിക്കണം. മുസ്ലിം പള്ളി തല്ലി തകർക്കണമെന്നോ ക്രിസ്ത്യൻ പള്ളി തല്ലി തകർക്കണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. വളരെ പവിത്രമായി പൂജിച്ചുകൊണ്ടിരുന്ന രാമജന്മഭൂമിയിലെയും ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെയും അതുപോലെ കാശി വിശ്വനാഥൻ്റെയും ക്ഷേത്രമെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് ഒരു ദേശീയ ജനത എന്ന നിലയിൽ നമ്മുടെ സ്വാഭിമാനത്തിൻ്റെ കാര്യമാണ്. അത് നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടിയാൽ മതിയോ. അതിന് കോടതി വിധികളും നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ധർമ്മസംരക്ഷണം എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ കൃഷ്ണനെ ഒരു തുളസി ഇലയിട്ട് പൂജിക്കുക, നിവേദ്യം കൊടുക്കുക, രാമനെയും കൃഷ്ണനെയൊക്കെ പൂജിക്കുക തെറ്റാണോ? തെറ്റല്ല, നല്ലതാണ്. പക്ഷെ അവരെ പൂജിച്ച് മാത്രം മാറ്റി നിർത്തേണ്ടതല്ല. എന്താണ് അവതാര പുരുഷന്മാരോട്, എന്താണ് ഗുരുക്കന്മാരോട് ചെയ്യേണ്ട കർത്തവ്യം? പറയുന്നു, സ്വാധ്യായേന മഹർഷിഭ്യോ. മഹർഷിമാരെ, ഋഷിമാരെ, അവതാരങ്ങളെ, അവധൂതന്മാരെ ആദരിക്കണമെങ്കിൽ, പൂജിക്കണമെങ്കിൽ അവരോട് ചെയ്യേണ്ട കർത്തവ്യമാണ് സ്വാധ്യായം. സ്വാധ്യായേന മഹർഷിഭ്യോ. എന്താണ് സ്വാധ്യായം? അധ്യയനം വാ അധ്യാപനം വാ സ്വാധ്യായം. അധ്യയനത്തെയോ അധ്യാപനത്തെയോ ആണ് സ്വാധ്യായം എന്ന് പറയുക. ശരിയായ വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ച് ശരിയായ വിധത്തിൽ പഠിക്കുക. അവയ്ക്ക് ഏറ്റവും ഉചിതമായ, കാലോചിതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, നടപ്പിലാക്കുക. ഇത് സ്വാധ്യായത്തിൻ്റെ ഭാഗമാണ്. ഋഷികളുടെ ജീവിതം പഠിക്കുക, കാലോചിതമായി അവയെ പിന്തുടരുക. ശ്രീകൃഷ്ണൻ്റെ ഉൾപ്പെടെ, ശ്രീരാമൻ്റെ ഉൾപ്പെടെയുള്ള ജീവിതം പഠിച്ച് അതിൽ മാതൃകയാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. കാലത്തിനനുസൃതമായി, നിയമത്തിനനുസൃതമായി അവയെ പിൻപറ്റുക എന്നതാണ് സ്വാധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെ അടക്കമുള്ള മഹാത്മാക്കളെ വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിച്ച് മാറ്റിവെക്കാതെ അവരെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ആദർശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതനുസരിച്ച് മുന്നേറാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്വാഭിമാനി എന്ന ജനത എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പഞ്ചകർത്തവ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് അധ്യയനം, രണ്ടാമത്തത് അനുഷ്ഠാനം, മൂന്നാമത്തത് പ്രചാരണം, നാലാമത്തത് അധ്യാപനം, അഞ്ചാമത്തത് സംരക്ഷണം. ഇനി ഈ സനാതനധർമ്മത്തിൻ്റെ പഞ്ചകർത്തവ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. ഈ സനാതനധർമ്മം നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണ് നൽകുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ വ്യക്തിക്കും സമാജത്തിനുമുള്ള പരമ നന്മയെ നൽകുന്നു എന്ന് പറയാം. സനാതനധർമ്മം നൽകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വ്യക്തിക്കും സമാജത്തിനും നൽകുന്ന പരമ നന്മ. എന്തൊക്കെ നന്മകൾ ഒരു വ്യക്തിക്ക് വേണോ, സമാജത്തിലുള്ളവർക്ക് വേണോ, അത് മുഴുവൻ നൽകുന്ന ശാസ്ത്രമാണ് സനാതനധർമ്മം. അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ചാൽ, ഒന്നാമത്തിലേക്ക് ചെല്ലുമോ? എല്ലാവരും മടിയാണ്, ചോദിക്കും എല്ലാവരും. ആത്മവിശ്വാസത്തോടെ ചെല്ലാൻ നമുക്ക് കഴിയണം. ഒരു സദസ്സിന് അഭിമുഖം ചെയ്യാൻ നമുക്ക് കഴിയണം. അതൊക്കെ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പൂർണ്ണമായ ഒരു വ്യക്തിത്വ വികസനം നമുക്കുണ്ടാവും. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി അഥവാ മനുഷ്യൻ്റെ ആകത്തുക എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ, ഗുണങ്ങളുണ്ടോ, ശക്തികളുണ്ടോ, അതെല്ലാം കൂടെ ചേർന്നതിനെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ വ്യക്തിക്ക് പ്രധാനമായും 5 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ആത്മാവ്. ഈ 5 ഘടകങ്ങൾ വ്യക്തിക്കുണ്ട്. ഈ 5 ഘടകങ്ങളുടെയും ശരിയായ വികസനമാണ് വ്യക്തിത്വ വികസനം. ശാരീരികവും പ്രാണപരവും മാനസികവും ബൗദ്ധികവും ആത്മീയവും ആയ വികസനമാണ് വ്യക്തിത്വ വികസനം. ശരിക്കുള്ള വികസനത്തിൽ സാമാജികമായ വികസനം കൂടെ ഉൾപ്പെടുന്നു. കാരണം നല്ല ആളാണ്, പക്ഷെ മിണ്ടാൻ പാടില്ല. മിണ്ടിയ അപ്പം തന്നെ ആൾക്കാർ തല്ലും. അതാണെങ്കിലോ സോഷ്യൽ ക്വാളിറ്റി നമുക്കുണ്ടാകണം. മറ്റുള്ളവരോട് സഹകരിക്കാൻ നമുക്ക് കഴിയണം, മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയണം, മറ്റുള്ളവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെയുള്ള സോഷ്യൽ ക്വാളിറ്റി കൂടെ വേണം. ഇപ്പോൾ ശാരീരികമായ വികാസം വേണം, പ്രാണപരമായ കഴിവുകൾ വേണം, മാനസികവും ബൗദ്ധികവുമായ അറിവുകൾ നമുക്കുണ്ടാവണം, ആധ്യാത്മികമായ വികസനം ഉണ്ടാവണം. ബാക്കി എല്ലാം ഉണ്ടായിട്ടും ആധ്യാത്മികമായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നഷ്ടബോധം നമുക്കുണ്ടാവും. എന്തിനു ജനിച്ചുവോ, എന്തിനു വീണ്ടും വീണ്ടും ജനിക്കുന്നുവോ, ജീവിക്കുന്നുവോ,
ആ മഹാലക്ഷ്യത്തെക്കുറിച്ച് ഒന്നുപോലും മനസ്സിലാക്കാതെ വ്യർത്ഥമായൊരു ജീവിതം നയിച്ചു പോയുള്ളെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവാം. അതുകൊണ്ട് ആധ്യാത്മികമായ വികാസവും നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഈ 6 കാര്യങ്ങൾ ചേർന്നാണ് പറയുമ്പോൾ അതിനെ ഭൗതികമായ വിജയം, ലൗകികമായ ജീവിത വിജയം എന്ന് പറയും. അതിനെ പ്രേയസെന്നും അതുപോലെ അഭ്യുദയമെന്നും സമുത്കർഷമെന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ ധർമ്മമോക്ഷങ്ങളെ പറയുമ്പോൾ അതിനെ ആധ്യാത്മിക പുരോഗതി അല്ലെങ്കിൽ നിശ്രേയസ് എന്നാണ് വിളിക്കുക. ശ്രേയസ് അല്ലെങ്കിൽ നിശ്രേയസ് എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ പുരോഗതിയാണ്, ആത്മീയമായ വളർച്ചയാണ്, വികാസമാണ്. ഇത് രണ്ടും ചേരുമ്പോൾ പൂർണ്ണ ജീവിത വിജയം നമുക്കുണ്ടാകും. ഭൗതികവും ആധ്യാത്മികമായ വിജയത്തെയാണ് പുരുഷാർത്ഥങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതിൽ അർത്ഥവും കാമവും എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു ജീവിക്കും വേണ്ടൊരു കാര്യമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം കൊണ്ട്, സമ്പത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ ആണ് അർത്ഥപ്രാപ്തി എന്ന് പറയുക. കാമം എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അതിൽ വരും. പൈസ മുടക്കാതെ തന്നെ കിട്ടുന്ന സുഖങ്ങളുണ്ട്. ഒരു പാട്ട് കേട്ടാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവാം. ഒരു സിനിമ കണ്ടാൽ, പ്രകൃതി ദൃശ്യം കണ്ടാൽ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അർത്ഥകാമങ്ങൾ എന്ന് പറയുക. പക്ഷേ അതിലൂടെ കിട്ടുന്ന സുഖസന്തോഷത്തെക്കാൾ നീണ്ടു നിൽക്കുന്ന സന്തോഷം നമുക്കുണ്ടാവും. അത് മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതിനെയാണ് ധർമ്മം നൽകുന്ന സംതൃപ്തി എന്ന് പറയുക. നമ്മളെല്ലാവരും കൂടി ഒരു വലിയൊരു പരിപാടിക്ക് പോകുന്നു, ഒരു സിനിമ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നാടകം കാണാൻ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ റോഡിൽ ഒരാൾ വണ്ടി ഇടിച്ച് ചോര വാർന്ന് കിടക്കുന്ന കാഴ്ച കണ്ടാൽ നിങ്ങൾ 10 പേരും കൂടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ്. അയാൾ ആരെങ്കിലും നോക്കിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ സിനിമ കണ്ടിട്ട് തിരിച്ചു വന്നാൽ അയാൾ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടാൽ നമുക്ക് പിന്നീട് ഒരിക്കലും സിനിമ കാണാനുള്ള താല്പര്യം പോലും ഉണ്ടാവില്ല. ഇത് നമ്മൾ സിനിമയൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെച്ച് അയാളെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർമാർ പറയും തക്ക സമയത്ത് കൊണ്ടുവന്നു ജീവൻ രക്ഷിക്കാൻ കഴിയും. നമുക്ക് അയാൾ ആരെന്ന് നമുക്കറിയില്ല, അയാൾക്ക് നമ്മളാരെന്നറിയില്ല. നമ്മൾ അവിടുന്ന് പോരുന്നു. പക്ഷെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം നമുക്കുണ്ടാവും. അത് അർത്ഥകാമങ്ങൾ നൽകിയതല്ല, ധർമ്മം നൽകിയതായ നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ്. അതിനെയാണ് സംതൃപ്തി എന്ന്. അതും നമുക്ക് വേണം. പിന്നെയുള്ളത് ഈശ്വരൻ നൽകുന്ന ആനന്ദമാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങളാണ്: സന്തോഷം, സുഖം, സംതൃപ്തി, ആനന്ദം. ഈ 4 കാര്യങ്ങളും പുരുഷാർത്ഥപ്രാപ്തിയിലൂടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത വിജയത്തിലൂടെ കിട്ടും. ഇത് സനാതനധർമ്മം നൽകുന്ന ഉറപ്പാണ്. അടുത്തത്, നമ്മൾ മാത്രമല്ല നമ്മുടെ സമാജത്തെ കൂടി ശ്രേഷ്ഠമാക്കാൻ പോകുന്ന പദ്ധതിയാണ് സനാതനധർമ്മത്തിലുള്ളത്. സേതുബന്ധനം നടക്കുന്ന സമയത്ത് വാനരന്മാർ ശിലകൾ കൊണ്ടുവന്ന് രാമനെ സഹായിച്ച് പാലം പണിയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തുള്ള ഒരു കെട്ടുകഥയായിരിക്കാം. ഒരു അണ്ണാൻ വെള്ളത്തിൽ മുങ്ങി മണ്ണിൽ വന്നു, ഇതുപോലെ മണപ്പുറപ്പായിരിക്കാം, അവിടെ വന്നിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് വീഴും. എന്തുകൊണ്ടാണ്? അണ്ണാൻ കുഞ്ഞിന് തന്നാലാവുന്നത് എന്ന് പോലെയാണ്. അവിടെയാണ് നമ്മൾ ആ കഥയിൽ പറയുന്ന ഒരു 3 വിരൽ അണ്ണാൻ്റെ ആ ശരീരത്തിലുണ്ട്. രാമൻ തൊട്ടു തലോടി എന്നാണ് പറയുന്നത്. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്, അണ്ണാടക്കണ്ണനും തന്നാലായത് എന്നൊക്കെ പറയും. അത് നടന്നോ നടക്കാത്തതായ കഥയാവട്ടെ, അങ്ങനത്തെ ഒരു പങ്കെങ്കിലും സമാജ നിർമ്മാണത്തിൽ വ്യക്തിപരമായി നമുക്ക് നിർവഹിക്കാൻ കഴിയണം. സമാജം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതിൽ ഏറ്റവും ചെറിയ ഘടകം കുടുംബമാണ്. കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം, വിശ്വം, ഇത്രയുമാണ് സമാജത്തിൻ്റെ ഘടകങ്ങൾ. കുടുംബത്തിലാണ് ധർമ്മം നിർവഹിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ആദ്യത്തെ കളരി എന്ന് പറയുന്നത് കുടുംബമാണ്. ചില ആൾക്കാരുടെ പെരുമാറ്റം കാണുമ്പോൾ പറയാറില്ലേ, കുടുംബത്തിൽ പിറന്നതാണോ എന്ന് ചോദിക്കും. കുടുംബമാണെങ്കിലും നല്ലതായിരിക്കും. കുടുംബത്തെക്കുറിച്ച് പറയില്ലേ, ഒന്നിച്ചു ചേരുമ്പോൾ സന്തോഷം നൽകുന്നതാണ് കുടുംബം എന്നാണ് പറയുന്നത്. സാഹോദര്യ ബുദ്ധി അവിടെയുണ്ട്. അവിടെയാണ് മക്കൾക്ക് അച്ഛനോടും അമ്മയോടും ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത്, സഹോദരങ്ങളോട് ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത്, ഭാര്യയോട് ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത്, ഭർത്താവിനോട് ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത്, മക്കളോട് ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത് ഒക്കെ കുടുംബത്തിലാണ്. അങ്ങനെ ധർമ്മം നിർവഹിച്ച ഒരു മാതൃക രാമായണത്തിൽ കാണാം. ആരാണത്? ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. മാതൃകാ പുത്രൻ, മാതൃകാ സഹോദരൻ, മാതൃകാ പിതാവ്, മാതൃകാ ഭർത്താവ്. മാതൃകാ ഭാര്യ അദ്ദേഹത്തിനാകാൻ കഴിയില്ല, മാതൃക
എല്ലാ തരത്തിലും മാതൃകാ രാജാവും മാതൃകാ പുരുഷോത്തമനുമായിരുന്നു ശ്രീരാമൻ. നമ്മൾ നോക്കിയാൽ അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള മാതൃകയായിട്ടാണ് നമ്മളെല്ലാം വളരേണ്ടത്. അത് കുടുംബത്തിൻ്റെ കാര്യമാണ്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവിടെയും നന്മയിലേക്ക് നയിക്കാം. ഈ രാഷ്ട്രത്തെ കൂടി പരമമായ നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയും. ഈ രാഷ്ട്രം മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ലോകത്തിന് മുന്നിൽ ആധ്യാത്മികതയുടെ വെന്നിക്കുറി പാറിക്കാനുള്ള ദൗത്യം പേറിയ രാഷ്ട്രമാണ്. ആധ്യാത്മികത ലോകം മുഴുവൻ എത്തിക്കാനുള്ള, ഈ വിശ്വത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കാനുള്ള ദൗത്യമുള്ള രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിലേക്ക് നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുപോലെ അവരോടുള്ള കർത്തവ്യം, അവരും ഈ 5 ശക്തികളിൽ വളരെ പ്രാധാന്യമുണ്ട്. 4-മത്തത് ഉപകാരികളായ മറ്റു മനുഷ്യർ. 5-മത്തത് മറ്റു ജീവജാലങ്ങൾ, പരിസ്ഥിതി, പ്രകൃതി എന്നിവ. ഈ 5 ശക്തികളാണ്. 5 ശക്തികളോടാണ് നമുക്ക് കടമുള്ളത്. 5 ശക്തികളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ സ്വാധീനിക്കുന്നത്. ഇവയോടുള്ള ശരിയായ കർത്തവ്യം നിർവഹിക്കുമ്പോൾ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഈശ്വരീയമായ പ്രകൃതിയുടേതായ ആനുകൂല്യത്തെ, അനുഗ്രഹ പ്രവാഹത്തെയാണ് ഗുരുത്വം എന്ന് പറയുക. ഇവരോടുള്ള കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തെയാണ് യജ്ഞം എന്ന് പറയുക. അങ്ങനെ 5 യജ്ഞങ്ങളുണ്ട്, പഞ്ചമഹായജ്ഞങ്ങൾ. സനാതന ധർമ്മത്തിൻ്റെ സാരസവസ്വം എന്ന് പറയാവുന്നത് ഈ പഞ്ചമഹായജ്ഞങ്ങളാണ്. ഈശ്വരയജ്ഞമുണ്ട്, അതിനെ ദേവയജ്ഞം എന്ന് വിളിക്കും. അടുത്തത് ആർഷയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ ഋഷിയജ്ഞം എന്നുള്ളതാണ് 2-മത്തത്. പിതൃയജ്ഞമാണ്, മാതാപിതാക്കളോടുള്ള കർത്തവ്യമാണ് പിതൃയജ്ഞത്തിൽ പറയുന്നത്. അത് 3-മത്തേത്. മനുഷ്യരോടുള്ള യജ്ഞമാണ് മാനവയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം അല്ലെങ്കിൽ നൃയജ്ഞം. മറ്റ് ജീവജാലങ്ങളുടെ യജ്ഞത്തെ ഭൂതയജ്ഞം അല്ലെങ്കിൽ വൈശ്വദേവയജ്ഞം എന്ന് വിളിക്കും. ഇങ്ങനെ 5 മഹായജ്ഞങ്ങളുണ്ട്. അവൻ ശരിയായി നിർവഹിക്കുമ്പോൾ ഏറ്റവും ഉത്തമനായ മനുഷ്യനായി നമ്മൾ മാറും. അപ്പോൾ ആ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഈശ്വര പ്രതീകങ്ങളെ, ഈ ഈശ്വരൻ്റെയും ഋഷികളുടെയും മാതാപിതാക്കളെ ഉൾപ്പെടുന്ന ഈ പഞ്ചശക്തികളോട് നമുക്ക് നന്ദിയെങ്കിലും പുലർത്താൻ കഴിയണം. കാരണം ഈ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് കാരണഭൂതരായിട്ടുണ്ടെങ്കിൽ അത് ഈ പഞ്ചശക്തികളാണ്. കോട്ടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിരിപ്പാണ് എന്ന് പറയാൻ. അപ്പോൾ ഈ 5 ശക്തികളോട് നമുക്ക് നന്ദി പറയാൻ കഴിയണം. ആദ്യമായി നമ്മൾ നന്ദി പറയേണ്ടത് ആരോടാണ്? ഈശ്വരനോടും ആശഗുരുപരമ്പരയോടും സനാതന ധർമ്മത്തോടും. എപ്പോൾ പറയണം? രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ മുഴുവൻ ഒന്നിച്ച് മനുഷ്യരായി കാണാൻ, ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ഒന്നിച്ച് കാണാൻ, ഒന്നിച്ച് വീക്ഷിക്കാനുള്ള മനോഭാവങ്ങളാണ്. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം, വസുധ ഏവ കുടുംബകം. ഈ ഭൂമി തന്നെയാണ് നമ്മുടെ തറവാട്. വിശ്വം ഭവത്യേക നീളം. ഈ വിശ്വം ഒരു പക്ഷിക്കൂട് പോലെ ആയിരിക്കുന്നു. ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഏക ലോക, ഏക മാനവ സങ്കല്പമാണ് ഋഷികളെല്ലാം മുന്നോട്ട് വെച്ചത്. സനാതന ധർമ്മത്തിൻ്റെ ആ സങ്കല്പവും വിശ്വരചനയിൽ അല്ലെങ്കിൽ സമാജ നിർമ്മാണത്തിൽ നമ്മുടേതായ പങ്ക് വഹിക്കണം. അപ്പോൾ ശ്രേഷ്ഠ സമാജ നിർമ്മാണവും നമ്മുടെ കർത്തവ്യമാണ്. അതിനുവേണ്ടി വേണ്ടിയുള്ള പദ്ധതികൾ സനാതന ധർമ്മം പഠിപ്പിച്ചു വരുന്നു. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 സ്വാസ്ഥ്യം, 2 പൂർണ്ണ വ്യക്തിത്വ വികസനം, 3 സമ്പൂർണ്ണ ജീവിത വിജയം, 4 ശ്രേഷ്ഠ സമാജ നിർമ്മാണം. 5-മത്തത് വ്യക്തിയും സമാജവും അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ക്ലേശങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ പരിഹാരം അഥവാ കാരണം കണ്ടെത്തിയുള്ള പരിഹാരം. അതിനെ സമൂല പരിഹാരം എന്ന് പറയും. വേര് മനസ്സിലാക്കി ആ വേരറുത്തുകൊണ്ടുള്ള പരിഹാരം, ദുഃഖങ്ങളുടെ വേരറുക്കുന്ന പരിഹാരം. അത് മനുഷ്യനാവട്ടെ, വ്യക്തികൾ ആവട്ടെ, അതുപോലെ സമാജമാവട്ടെ, അവയുടെ സമ്പൂർണ്ണ ദുഃഖപരിഹാരമാണ് സമാജത്തിൻ്റെ, അതുപോലെ എല്ലാ മനുഷ്യരുടെയും സമസ്ത പ്രശ്നങ്ങളുടെയും ക്ലേശങ്ങളുടെയും പരിഹാരമായിട്ടുള്ള ശാസ്ത്രം കൂടിയാണ് പ്രശ്നപരിഹാര ശാസ്ത്രം കൂടിയാണ് സനാതനധർമ്മം. 5 മുഖ്യ പ്രയോജനങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. 1-മത്തത് സ്വാസ്ഥ്യം അഥവാ സ്വസ്തി അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ആരോഗ്യം, പൂർണ്ണായുസ്, ശാന്തി, സമാധാനം, സ്വസ്ഥത. 2-മത്തത് സമഗ്ര വ്യക്തിത്വ വികാസം, ശാരീരികവും പ്രാണപരവും മാനസികവും ബൗദ്ധികവും ആത്മീയവും സാമാജികവുമായ വികാസം. 3-മത്തത് ആത്മീയവും ഭൗതികവുമായ സർവ്വ നേട്ടങ്ങളും ഒരുപോലെ കരഗതമാകുന്ന അവസ്ഥ, സമ്പൂർണ്ണ ജീവിത വിജയം. 4-മത്തത് ഈ സമാജത്തെ കൂടി ശ്രേഷ്ഠമാക്കുക. പ്രണുന്തോ വിശ്വമാരി എന്ന ദൗത്യം പേരിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ലോകത്തെയും വിശ്വത്തെ തന്നെ ശ്രേഷ്ഠമാക്കാൻ പോകുന്ന
ജീവിത രീതി ഉൾക്കൊള്ളുക. അഞ്ചാമത്തത് വ്യക്തിയും സമൂഹവും സമാജവും അനുഭവിക്കുന്ന സർവ്വക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആപത്തുകളെയും പൂർണ്ണമായും പരിഹരിക്കുക. സമസ്ത പ്രശ്ന പരിഹാര ശാസ്ത്രം എന്നും പറയാം. സമൂലം പരിഹാരം ചെയ്യുന്ന ശാസ്ത്രം. ഇങ്ങനെ 5 പ്രയോജനങ്ങളുണ്ട്. ഈ പ്രയോജനങ്ങളെ ക്രോഡീകരിച്ചു പറഞ്ഞാൽ വ്യക്തിയും സമാജവും നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സമ്പൂർണ്ണ പരിഹാര ശാസ്ത്രം അഥവാ പരമ നന്മ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രം എന്ന് സനാതന ധർമ്മത്തിൽ പറയാം. ഇത്രയും മഹത്തായ ഈ സനാതന ധർമ്മശാസ്ത്രത്തെ പഠിക്കാനുള്ള ഒരവസരമാണ് ആർഷവിദ്യാസമാജത്തിലൂടെ ഉണ്ടാകുന്നത്. ഈ മാർച്ച് മാസം ആദ്യവാരം 5 ദിവസത്തെ സൗജന്യ സനാതന ധർമ്മ പരിചയ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലേക്ക് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. വരണം, പങ്കെടുക്കണം. സൗജന്യമാണ്. ഭക്ഷണം ഉണ്ടാവും, താമസ സൗകര്യം ഉണ്ടാവും. ഒന്നിനും പൈസ ഉണ്ടാവും. ദക്ഷിണ തരണമെന്നവർക്ക് വിഷമിക്കുകയും വേണ്ട. വണ്ടിക്കൂലി അങ്ങോട്ടില്ലാത്തവർക്ക് അതും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം അങ്ങനെയെങ്കിലും സനാതന ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു പോകട്ടെ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടാറ്റയും ബെർലയും പോലെ അല്ലെങ്കിൽ മറ്റ് ശതകോടീശ്വരന്മാരെ കോടീശ്വരന്മാരായിട്ടല്ല. ഈ സനാതന ധർമ്മത്തിൻ്റെ പ്രചാരണം, ഈ 5 കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ആർഷവിദ്യാസമാജം 1999 ആചാര്യ മനോജ് ജി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മിഷൻ, അത് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം മുതൽ പഠിക്കാൻ, ആർഷഗുരുപരമ്പരയുടെ ഭാഗമായി ചേർന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ട്, 5 വയസ്സ് മുതലേ സനാതന ധർമ്മ പാഠങ്ങൾ ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ലോകത്തെ മാറ്റിമറിക്കുന്നുള്ള സനാതന ധർമ്മത്തിൻ്റെ ഒരു വ്യക്തമായ സിലബസ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാണ്. ഇത്രയാണ് പ്രധാനമായി പറയാതെ. പഠിച്ചാൽ മാത്രം പോരാ, ഈ സനാതന ധർമ്മത്തിലെ പഞ്ചകർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇനി സനാതനധർമ്മം ശരിയായ വിധത്തിൽ പഠിക്കണമെങ്കിൽ 4 യോഗ്യതകൾ നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണ് ആ യോഗ്യതകൾ? ഒന്നാമത്തത് ഈശ്വരൻ്റെ കാരുണ്യം. എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായ പരബ്രഹ്മമായ പരമാത്മാവായ പരമേശ്വരനായ വിഷ്ണുവായ കൃഷ്ണനായ ശിവനായ രാമനായ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പരമാത്മാവായിരിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ പരമേശ്വരൻ്റെ കാരുണ്യം നമുക്കുണ്ടാകും. 2, ആ പരമേശ്വരൻ ഉത്ഭവിച്ച ആർഷ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. അവർ നമ്മളെ കൈപിടിച്ച് നയിക്കാൻ കഴിയും. 3ാമത്തത് എന്താണ്? ആ ശാസ്ത്രത്തിൻ്റെ കൃപ തന്നെയാണ്. സനാതന ധർമ്മം തന്നെ നമ്മളെ കൃപ ചൊരിയണം. ഇംഗ്ലീഷ് ശാസ്ത്രം ഗുരുമുഖത്ത് പഠിക്കാൻ കഴിയും. ഈ 3 യോഗ്യതകൾ വേണം. 4ാമത്തത് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്ത നല്ല കൃത്യങ്ങളുടെ സുകൃതങ്ങളുടെ ഫലമായുണ്ടായ പുണ്യമുണ്ടാവണം. സുകൃതം അഥവാ പുണ്യമുണ്ടാവണം. നല്ല കർമ്മങ്ങൾ ചെയ്താലാണ് പുണ്യമുണ്ടാവുക. അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തതോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തതായ സത്കർമ്മങ്ങളുടെ പുണ്യവും കൂടെ ഉണ്ടെങ്കിൽ ഈ സനാതന ധർമ്മം യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ നമുക്ക് അഭ്യസിക്കാൻ കഴിയുകയുള്ളൂ. 4 ഗുണങ്ങളാണ് വേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഈശ്വരൻ്റെ കാരുണ്യം. 2ാമത്തത് ആർഷ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കൈപിടിക്കുക, കൈപിടിച്ച് നയിക്കുക. 3ാമത്തത് സനാതന ധർമ്മശാസ്ത്രത്തിൻ്റെ തന്നെ കൃപ. 4ാമത്തത് ഈ ജീവിതത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്ത നല്ല കർമ്മങ്ങളുടെ പുണ്യം. ഈ 4 യോഗ്യതയുള്ളവർക്ക് സനാതനം പഠിക്കാൻ പോലും കഴിയും. പക്ഷെ അതനുഷ്ഠിക്കാനും അത് വിജയിക്കണമെങ്കിൽ മറ്റു പല യോഗ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് ഗുരുത്വം എന്ന് പറയുക. 3 അക്ഷരമാണുള്ളത്. ഈ 3 അക്ഷരത്തിന് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന അർത്ഥങ്ങളുണ്ട്. ഗുരുത്വം എന്നാണ് പറയുന്നത്. ഗുരുത്വമുള്ളവൻ എവിടെയും വിജയിക്കും. എന്താണ് ഗുരുത്വം എന്ന് പറഞ്ഞാൽ? പ്രായമായ ആൾക്കാരെ കാണുമ്പോൾ മുന്നിനെ മടക്കി കഴിച്ചിടുക. അത് ബഹുമാനിച്ചാൽ ഇല്ലെങ്കിൽ അതൊരു സാമാന്യ രീതിയാണ്. ആ ആൾ കാണുന്നത് ഓ ബഹുമാനിക്കാൻ തോന്നിയല്ലോ എന്ന് തോന്നുന്നു. പാൻസാണെന്നുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല. അപ്പോൾ ഗുരുത്വം നമ്മൾ ഇത്രേ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ നമസ്തേ സാർ എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ഗുരുത്വത്തിൻ്റെ താല്പര്യം. ഇത് മാത്രമല്ല ഗുരുത്വം, ഗുരുത്വത്തിൻ്റെ ഭാഗമാണ്. 5 മഹാശക്തികളുണ്ട്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും 5 മഹാശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അവരോടുള്ള കർത്തവ്യങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പ്രകൃതിയുടെ ആനുകൂല്യത്തെ, ഈശ്വരന്റെ അനുഗ്രഹ പ്രവാഹത്തെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. 5 ശക്തികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ശക്തി ഈശ്വരൻ, ആർഷ ഗുരുപരമ്പര, സനാതന ധർമ്മം. ഇതാണ് ഒന്നാമത്തെ ശക്തി.
മൂന്നായിട്ട് പറയുമെങ്കിൽ ഒന്നായിട്ട് തന്നെ കൂട്ടണം. ഈശ്വരൻ, ആർഷഗുരുപരമ്പര, സനാതന ധർമ്മം. ഇവയാണ് ആദ്യം നമ്മൾ, ഇവരിൽ നിന്നാണ് ആദ്യം നമുക്ക് ഗുരുത്വം ഉണ്ടാകുന്നത്. അവരോടുള്ള കർത്തവ്യം നിർവഹിക്കുമ്പോഴാണ് ഗുരുത്വം. രണ്ടാമത്തത് അറിവ്, നന്മ എന്നിവ കൊണ്ട് ലോകത്തിന് മംഗളം ചൊരിഞ്ഞ, ഈ ലോകത്തിന് രക്ഷ ചെയ്ത, ഈ ലോകത്തിന് നന്മ ചെയ്ത ആൾക്കാരോടുള്ള കർത്തവ്യം. അവരെ നമ്മൾ മഹാത്മാക്കൾ, ഋഷികൾ എന്ന് വിളിക്കും. അടുത്തത് മാതാപിതാക്കൾ. ജന്മം നൽകി ഭൂമിയിലേക്ക് നമ്മൾ വരുവാൻ കാരണഭൂതരായിട്ടുള്ള ഈശ്വരൻ നിശ്ചയിച്ച, പ്രകൃതി നിശ്ചയിച്ച ആ മാതാപിതാക്കൾ, അവരോടുള്ള കർത്തവ്യം. അവരും ഈ 5 ശക്തികളിൽ വളരെ പ്രാധാന്യമുണ്ട്. നാലാമത്തത് ഉപകാരികളായ മറ്റു മനുഷ്യർ. അഞ്ചാമത്തത് മറ്റ് ജീവജാലങ്ങൾ, പരിസ്ഥിതി, പ്രകൃതി എന്നിവ. ഈ 5 ശക്തികളാണ്. 5 ശക്തികളോടാണ് നമുക്ക് കടമുള്ളത്. 5 ശക്തികളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ സ്വാധീനിക്കുന്നത്. ഇവയോടുള്ള ശരിയായ കർത്തവ്യം നിർവഹിക്കുന്നു നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഈശ്വരീയമായ പ്രകൃതിയുടേതായ ആനുകൂല്യത്തെ, അനുഗ്രഹ പ്രവാഹത്തെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഇവരോടുള്ള കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തെയാണ് യജ്ഞം എന്ന് പറയുക. അങ്ങനെ 5 യജ്ഞങ്ങളുണ്ട്, പഞ്ചമഹായജ്ഞങ്ങൾ. സനാതന ധർമ്മത്തിന്റെ സാരസർവസ്വം എന്ന് പറയാവുന്നത് ഈ പഞ്ചമഹായജ്ഞങ്ങളാണ്. ഈശ്വരയജ്ഞമുണ്ട്, അതിന് ദേവയജ്ഞം എന്ന് വിളിക്കും. അടുത്തത് ആർഷയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം അല്ലെങ്കിൽ ഋഷിയജ്ഞം എന്നുള്ളതാണ് രണ്ടാമത്തത്. പിതൃയജ്ഞമാണ്, മാതാപിതാക്കളുള്ള കർത്തവ്യമാണ് പിതൃയജ്ഞത്തിൽ പറയുന്നത്. അത് മൂന്നാമത്തത്. മനുഷ്യരോടുള്ള യജ്ഞമാണ് മാനവയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം അല്ലെങ്കിൽ നൃയജ്ഞം. മറ്റ് ജീവജാലങ്ങളുടെ യജ്ഞത്തെ ഭൂതയജ്ഞം അല്ലെങ്കിൽ വൈശ്വദേവയജ്ഞം എന്ന് വിളിക്കും. ഇങ്ങനെ 5 മഹായജ്ഞങ്ങളുണ്ട്. അവൻ ശരിയായി നിർവഹിക്കുമ്പോൾ ഏറ്റവും ഉത്തമനായ മനുഷ്യനായി നമ്മൾ മാറും. അപ്പോൾ ആ 5 മഹായജ്ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഈശ്വര പ്രതീകങ്ങൾ, ഈ ഈശ്വരൻ്റെയും ഋഷികളുടെയും മാതാപിതാക്കളെ ഉൾപ്പെടുന്ന ഈ പഞ്ചശക്തികളോട് നമുക്ക് നന്ദിയെങ്കിലും പുലർത്താൻ കഴിയണം. കാരണം ഈ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് കാരണഭൂതരായിട്ടുണ്ടെങ്കിൽ അത് ഈ പഞ്ചശക്തികളാണ്. കോട്ടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിരിപ്പാണ് എന്ന് പറയണം. അപ്പോൾ ഈ 5 ശക്തികളോട് നമുക്ക് നന്ദി പറയാൻ കഴിയണം. ആദ്യമായി നമ്മൾ നന്ദി പറയേണ്ട ആരോടാണ്? ഈശ്വരനോടും ആർഷഗുരുപരമ്പരയോടും സനാതന ധർമ്മത്തോടും. എപ്പോൾ പറയണം? രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നന്ദി പറയണം. അല്ലാതെ നന്ദി പറഞ്ഞാൽ കുഴപ്പമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴും നന്ദി പറയാം, കിടക്കുന്നതിന് മുമ്പ് നന്ദി പറയാം. ഈ നന്ദി നമുക്ക് പറയാം. എനിക്ക് ഇന്ന് സുന്ദരമായൊരു ദിനം നൽകി, ഏറ്റവും മനോഹരമായൊരു ദിവസം ഈശ്വര അവിടുന്ന് നൽകി, അതിനങ്ങയ്ക്ക് നന്ദി എന്ന് ഈശ്വരനോടും ഗുരുപരമ്പരയോടും ധർമ്മത്തോടും പറയാൻ കഴിയണം. ഇന്ന് സുന്ദരമായ ദിവസമാണ് അല്ലെന്ന് രാവിലെ പറയാൻ പറ്റുമോ? ഇല്ല. രാത്രിയാകുമ്പോഴാണെങ്കിൽ പറയാം. പക്ഷെ നമ്മളവിടെ താങ്ക്സ് പറയുന്നത് അഡ്വാൻസ് ആയിട്ടാണ്. ആദ്യം തന്നെ താങ്ക്സ് പറയുന്നത്. അങ്ങനെ താങ്ക്സ് പറയുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം അറിയാൻ പറ്റില്ല, നല്ല തല്ലു കൊടുക്കുന്നു. ദൈവമേ, ആദ്യമായി ഞാൻ നന്ദി പറഞ്ഞ് കിട്ടിയത് പ്രതിഫല തല്ലാണല്ലോ എന്ന് ഓർക്കാം. നന്ദി പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ പിന്നീട് ആത്മാർത്ഥമായി നന്ദി പറയുന്ന സാഹചര്യം പ്രകൃതി ഒരുക്കും. പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാവുന്ന ലെവലിലേക്ക് നമുക്ക് വളരാനും പഠിക്കാനും കഴിയും. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഈശ്വരന്, ഗുരുപരമ്പരകൾക്ക്, സനാതന ധർമ്മത്തിന് നന്ദി പറയുക. രണ്ടാമത്തത്, നമ്മളുടെ ജീവിതത്തിൽ ആദ്യമായി എഴുത്താണി പിടിപ്പിച്ചു തന്ന ആൾക്കാർ, ആദ്യാക്ഷരം കുറിപ്പിച്ചവർ, നമുക്ക് നന്മ ചെയ്തവർ, നമുക്ക് ഉപകാരം ചെയ്തവർ, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് നന്ദി പറയുക, മഹാത്മാക്കൾ എന്ന് പറയും. മൂന്നാമത്തത്, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് നന്മ, അവർക്ക് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ സാധാരണ പറയുന്നത് ഈ 3 കൂട്ടരും, ഈശ്വരൻ, ഗുരുപരമ്പര, സനാതനധർമ്മം, മഹാത്മാക്കൾ, മാതാപിതാക്കൾ, ഈ 3 പേരും വന്ദനീയരാണ്, അഭിവന്ദിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ്. അവരെ തീർച്ചയായും വന്ദിക്കണം, പാദം തൊട്ട് നമസ്കരിക്കണം. നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും പാദം കണ്ടിട്ടുണ്ടോ? അച്ഛൻ്റെ കാല് വെളുത്തതാണോ കറുത്താണോ പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഞാനൊരു 10-50 വർഷം മുമ്പാണ് പാദം കണ്ടേക്കുന്നത് എന്ന് പറയാം. ഞാൻ ചോദിച്ചത് കാണുന്നു എപ്പോഴൊക്കെ ഒന്ന് ശബരിമല പോകാൻ നേരത്ത് ഗുരുസ്വാമി പറയും കാല് തൊട്ടുള്ളൂ. അപ്പോഴാണ് അച്ഛൻ്റെ കാലത്തിൽ കറുത്താണല്ലോ എന്ന് കാണും. ഇനി കല്യാണ നിശ്ചയം നടത്തുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയും തൊടു, നമ്മൾ തൊഴുതാൽ പോരാ, ഫോട്ടോഗ്രാഫർ പറയുമ്പോൾ കല്യാണത്തിനൊക്കെ തൊടുമ്പോഴാണ് അന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ നേരം കിട്ടിയല്ല. ഈ 2-3 ഘട്ടങ്ങളിൽ മാത്രമേ മാതാപിതാക്കളുടെ കാല് തൊടാറുള്ളൂ.
എല്ലാ ദിവസവും മാതാപിതാക്കളെ കാല് തൊട്ട് വന്ദിക്കണം. അപ്പോൾ നമ്മൾ തോന്നും ഈ എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല, അമ്മയ്ക്ക് വിവരമില്ല, ബോധമില്ല, ഇവരാണോ എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്? ശരിയായിരിക്കാം, അച്ഛന് സൗന്ദര്യമില്ല, അച്ഛന് വിദ്യാഭ്യാസമില്ല, അമ്മയ്ക്ക് ബോധമില്ല, എല്ലാം ശരി, ഓക്കെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ അനുഗ്രഹിക്കാനുള്ള സ്ഥാനബലമുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം വേണ്ട, അവർക്ക് പദവി വേണ്ട, അവർക്ക് അറിവ് വേണ്ട, അവർക്കൊന്നും വേണ്ട. നമ്മളെ അനുഗ്രഹിക്കാനുള്ള, ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനൊക്കെ പറ്റില്ലായിരിക്കും, നമ്മളെ നേർവഴിക്ക് കാണിക്കാനുള്ള, നമ്മളെ അനുഗ്രഹിക്കാനുള്ള സ്ഥാനബലമുള്ളവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരാളെയും ശപിക്കില്ല മക്കളെ, പക്ഷെ അവർ തപിക്കപ്പെടുന്നുണ്ടാവും. അവരുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ആ കണ്ണുനീര്, ചൂട് കണ്ണുനീര്, അത് വലിയ ഉഗ്രശാപത്തേക്കാൾ ഫലമുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണുനീര് വീഴുന്നിടം മുടിഞ്ഞു പോകും. ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇതിനു മുമ്പുള്ള ചില തലമുറകളൊക്കെ പറയും, മക്കളോട് പറയും, മക്കളെ നിങ്ങൾ വളർന്നു വലുതാകുക, പഠിച്ചു വലുക, നല്ലൊരു സുന്ദരിയെ കെട്ടുക, അല്ലെങ്കിൽ സുന്ദരനെ കെട്ടുക, നിങ്ങൾ സ്വന്തം കാര്യം നോക്കുക. മക്കളതുപോലെ തന്നെ ചെയ്യും, വളർന്നു വരുതും, ജോലിയൊക്കെ നേടും, സുന്ദരനെ കെട്ടി സുന്ദരിയെ കെട്ടി സുഖമായി ജീവിക്കും. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് കേട്ടു, അമ്മ പറഞ്ഞത് കേട്ടു. ഇനി രണ്ടാൾക്കാർ വെറുതെ വീട്ടിൽ സുഹൃത്തുക്കൾ വന്നാൽ പോലും ശല്യമാണെന്ന് രണ്ടുപേരുടെ ഉണ്ട്. ഇവരെന്ത് ചെയ്യണം? ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ കൊടുത്താൽ താമസിക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പതുക്കെ പാഴ്സൽ ചെയ്യുക, നല്ലതല്ലേ? പിന്നെ ഇവരുടെ ശല്യമൊന്നുമില്ല. വിഷുവിന് ഓണത്തിനൊക്കെ ചെന്ന് വേണമെങ്കിൽ ഒന്ന് കാണാം, ഡ്രസ്സൊക്കെ കൊടുക്കും. ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് മക്കൾ നടത്തുന്നത്. ഒരിക്കലും ഒരു അച്ഛനമ്മ ഇങ്ങനത്തെ വൃത്തികേട് പഠിപ്പിക്കരുത് മക്കളെ. ഞങ്ങൾ സംരക്ഷിക്കണം. ഒരു തരത്തിൽ പോലും എഴഞ്ഞു പോലും നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ വരെ എടുത്തുകൊണ്ട് നടന്ന, ഇട്ടിരുന്ന അതേ ഡ്രസ്സുമായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ ഓടിയ അച്ഛൻ്റെ അമ്മയുടെ ത്യാഗത്തിന് മുന്നിൽ, അവരുടെ സംരക്ഷണത്തിന് മുന്നിൽ ഒന്നുമല്ല ഈ മക്കൾ കാട്ടിക്കൂട്ടിയതിനൊന്നും. അവർ എത്ര പരിഹാരം ചെയ്താലും മതിയാകില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കരുത്. അങ്ങനത്തെ ഒരു പാരമ്പര്യം നമുക്ക് വേണ്ട. അപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം, അത് പിതൃയജ്ഞമാണ്. മറ്റു മനുഷ്യരെ സംരക്ഷിക്കാനുള്ള കാര്യം അത് മനുഷ്യയജ്ഞത്തിൽ വരും. മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കുക, നല്ല വൃക്ഷങ്ങൾ ഇതൊക്കെ നട്ടുപിടിപ്പിക്കുക, അതൊക്കെ വെള്ളമൊഴിക്കുക. നമ്മുടെ വീട്ടിലൊരു തുളസിത്തറ ഉണ്ടാവും, അതിന് വിളക്ക് നമ്മൾ വയ്ക്കും. പക്ഷേ ആ തുളസിക്ക് വെള്ളം ഒഴിക്കില്ലെങ്കിലോ, വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാം. വിളക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ തുളസിക്ക് പ്രയോജനമില്ല. കൂളമാണെങ്കിലും തുളസി ആണെങ്കിലും, കൂളമൊക്കെ വീട്ടിൽ നടാൻ പാടില്ലെന്ന് പറയണം. എന്തുകൊണ്ടാണ്? കൂവളം കെട്ടിടം നശിച്ചു പോകും. അതുകൊണ്ടാണ് കെടാൻ വേണ്ടി ഞാൻ നട്ടിട്ടില്ല. നട്ടാൽ സംരക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം, കെടാൻ വേണ്ടിയില്ല. അപ്പം നല്ല വൃക്ഷങ്ങൾ, നല്ല കാര്യങ്ങൾ, ഈ പരിസ്ഥിതി പ്രകൃതിക്കൊക്കെ ആനുകൂല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. കാവുകളുണ്ടെങ്കിൽ സംരക്ഷിക്കണം, സർപ്പക്കുളങ്ങളുണ്ടെങ്കിൽ സംരക്ഷിക്കണം. അതൊക്കെ എക്കോസിസ്റ്റം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പഞ്ചശക്തികൾക്ക് നന്ദി പറയുക. അത് രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമുക്കത് പറയാൻ കഴിയും. ഒപ്പം നന്ദി പറയുന്നതോടൊപ്പം തന്നെ വൈകിട്ടാകുമ്പോൾ നന്ദി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അതാണ് ആത്മപരിശോധന അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ശുദ്ധ മനസാക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവയെ ഇനി ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. അങ്ങനെ സത്പ്രവർത്തികൾ മാത്രം ചെയ്ത് ജീവിക്കുന്നത് ആ ഇൻട്രോസ്പെക്ഷൻ്റെ ഭാഗമാണ്. ആത്മപരിശോധന നടത്താത്ത ഒരു വ്യക്തിക്കോ സമാജത്തിനോ സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ ഭാവി ഉണ്ടാവില്ല. അതുകൊണ്ട് രാവിലെ മുതൽ ഉറങ്ങുന്നവരെയുള്ള സംഭവവികാസങ്ങളെ ശുദ്ധമായ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ അനലൈസ് ചെയ്യണം. തെറ്റുകളുണ്ടെന്ന് തോന്നിയാൽ തിരുത്തണം, നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെ രാത്രിയും നന്ദി പറയുന്നതിന് നന്ദി സാധന, രാവിലെയും വൈകിട്ടും നന്ദി സാധന ചെയ്യണം. ഇത് നമ്മുടെ സനാതനധർമ്മ പരിചയത്തിനുള്ള ആദ്യത്തെ ശ്രമമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒപ്പം സനാതനധർമ്മം ലോകത്തിലെല്ലായിടത്തും എത്തിക്കുക എന്നൊരു മിഷൻ ആർഷവിദ്യാസമാജത്തിനുണ്ട്. അതിനെ ധർമ്മപ്രചാരക പദ്ധതി എന്നാണ് പറയുക. ആരോഗ്യമുള്ള 18 വയസ്സിന് മുകളിലുള്ള ആരോഗ്യമുള്ള ഈ രാഷ്ട്രത്തോട് കൂറും പ്രതിബദ്ധതയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോജക്റ്റിൽ സഹകരിക്കാം. 1 മാസത്തെ പരിശീലനം നമ്മൾ അവർക്ക് കൊടുക്കും. ആ വിജയകരമായ 1 മാസത്തെ പരിശീലനത്തിന് ശേഷം അവർക്ക് ദക്ഷിണയോടോ ദക്ഷിണയില്ലാതെയോ പ്രവർത്തിക്കാൻ കഴിയും.
നിങ്ങളെല്ലാവരും ഈ നമ്മുടെ കോഴ്സിലേക്ക് വരണമെന്നും ധർമ്മപ്രചാരകരാവാൻ തയ്യാറാവണമെന്നും ഇനി നമുക്ക് വയ്യ, നമുക്ക് ആരോഗ്യസ്ഥിതി ഒന്നും വയ്യ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാൻ താല്പര്യമുള്ളവരെ പറഞ്ഞു വിടണമെന്നും അഭ്യർത്ഥിക്കുന്നു. അവർക്ക് ജീവിക്കാനുള്ള മാന്യമായ ഒരു കാര്യം കൂടി കൊടുക്കാനുള്ള വ്യവസ്ഥയും നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ടാവും. അവർ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുമ്പോൾ അത് ചെയ്യാൻ നമുക്ക് കഴിയും. അതുപോലെ നമ്മുടെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം പഠിപ്പിക്കേണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് കൂടെ ഒരു കൈപ്പുസ്തകമായിട്ട് നമ്മൾ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ചെറിയ പാഠം മുതൽ ഈശ്വരൻ്റെ മന്ത്രങ്ങൾ മുതൽ പഠിപ്പിക്കാമെന്ന ഒരു വ്യക്തമായൊരു സിലബസോടുകൂടിയ സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. അതിൻ്റെ നോട്ടീസുകളും മറ്റു കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ 3ാമത്തെ സ്റ്റാളിൽ കിട്ടുന്നതാണ്. എല്ലാവരും അത് വാങ്ങി വായിക്കണം. സ്കോളർഷിപ്പിൽ നമ്മുടെ കുട്ടികളെല്ലാം ചേർപ്പിക്കണം. അതുപോലെ 15 തലങ്ങൾ വെച്ചിട്ടുള്ള സ്കോളർഷിപ്പാണ്. 4 വയസ്സ് മുതൽ 120 വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാം. LKG മുതൽ തുടങ്ങുന്ന സ്കോളർഷിപ്പ് +2 വരെ ഉണ്ട്. അത്രയും വിദ്യാർത്ഥികൾക്ക്. അതിനുശേഷം വരുന്ന ജനറലാണ്, ഹയർ തലമാണ്, ആർക്കും എഴുതാവുന്നതാണ്. അങ്ങനെ സ്കോളർഷിപ്പിൽ പദ്ധതിയിൽ ചേരാനും കൂടെ തയ്യാറാവുന്നു. ഇത്രയാണ് ആർഷവിദ്യാസമാജത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. സനാതനധർമ്മത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ തത്വമുണ്ട്. തത്വം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മാർഗം അഥവാ ശാസ്ത്രം പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ 5 കർത്തവ്യങ്ങൾ അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം എന്നിവ നിർവഹിക്കാൻ തയ്യാറാണ്. ഇത്രയും നേരം ഈ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആർഷവിദ്യാസമാജത്തിൻ്റെ ഭാഗത്തുനിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.